السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, ഇമാം അബൂബക്കർ ബിൻ അബി ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഹയ്യയിൽ നരകത്തിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല മോചിപ്പിക്കുന്ന ചിലരെക്കുറിച്ചുള്ള ഭാഗം പറയുന്ന വരിയാണ് നമ്മളിനെ വിശദീകരിക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് ഒടുവിൽ അല്ലാഹുൽ പങ്കുചേർക്കാത്തവരെ മോചിപ്പിക്കുമെന്നും കരിക്കട്ടകളായി അവരെ നരകത്തിൽ നിന്ന് പുറത്തേക്കിടുകയും ചെയ്യും എന്ന്. അവർ നരകത്തിൽ ഒരു മരണം മരിക്കുന്നതാണ് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എന്നാൽ കുഫാറുകളും മുശ്രിക്കുകളും നരകത്തിൽ ഒരിക്കലും മരിക്കുകയില്ല. ثم لا يموت فيها ولا يحيى. അവരവിടെ ജീവിക്കുകയോ മരിക്കുകയോ ഇല്ല. എന്നാൽ മുഅ്മിനുകൾ അവരുടെ തിന്മകളുടെ പേരിൽ നരകത്തിൽ അകപ്പെട്ടാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ അവിടെ ഒരു മരണം മരിക്കുന്നതാണ്. അല്ലാഹു അവരെ നരകത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് മാഉൽ ഹയാ എന്നു പേരുള്ള ഒരു നദിയിൽ അവരെ മുക്കിയെടുത്താൽ അവർ വീണ്ടും മലവെള്ളപ്പാച്ചിലിൽ വരുന്ന ധാന്യങ്ങൾ മുളച്ചു പൊങ്ങുന്നതുപോലെ മുളച്ചു പൊങ്ങുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അവർ സ്വർഗത്തിലേക്ക് അതിനടുത്തേ ഉള്ള നരകത്തിൽ നിന്ന് പുറത്താവുകയും റബ്ബിനോട് നരകത്തിൽ നിന്ന് എൻ്റെ മുഖം ഒന്ന് തിരിച്ചു തരണേ എന്ന് ചോദിക്കുകയും ചെയ്യും. മറ്റു വല്ലതും നീ ഇനി ആവശ്യപ്പെടുമോ? ഇത് ചെയ്തു തന്നാൽ അവൻ പറയുമില്ല. ഒരു മരം അവൻ നോക്കിക്കാണും, അള്ളാഹുവിനോട് അതിനടുത്തേക്കൊന്ന് അടുപ്പിച്ചു തരാൻ പറയും. റബ്ബ് പറയും, നീ മറ്റെന്തെങ്കിലും അത് ചെയ്തു തന്നാൽ ചോദിക്കുമോ? അവൻ പറയുമില്ല. അള്ളാഹു അവിടേക്ക് അടുപ്പിച്ചു കൊടുക്കും, അതിൻ്റെ തണൽ കൊള്ളും, അവിടെയുള്ള വെള്ളം കുടിക്കും. അതിനേക്കാൾ മനോഹരമായ മറ്റൊരു മരം കാണും, അങ്ങോട്ട് അടുപ്പിക്കാൻ പറയും. അള്ളാഹു ചോദിക്കും, ഇബ്ന ആദം, ആദമിന്റെ പുത്ര, നീ എത്ര വലിയ വഞ്ചകനാണ്, വാക്ക് മാറ്റി പറയുന്നവനാ. അവൻ പറയും, റബ്ബേ, നിന്റെ പടപ്പുകളിൽ ഏറ്റവും ദൗർഭാഗ്യമാണ് ഞാനാകാതിരിക്കട്ടെ. അള്ളാഹു അവിടേക്ക് അടുപ്പിച്ചു കൊടുക്കും, ഇനിയൊന്നും ചോദിക്കയില്ല എന്ന് പറയും. അതിനേക്കാൾ നല്ലൊരു മരമായിരുന്നു അത്, അവിടെ തണൽ കൊള്ളും, അവിടെ വെള്ളം കുടിക്കും. പിന്നെ അതിനേക്കാൾ നല്ലത് കാണുമ്പോൾ വീണ്ടും റബ്ബിനോട് ചോദിക്കും. ഇതുപോലെ റബ്ബ് ആവർത്തിക്കും. അഥവാ, മനുഷ്യ, നീ എത്ര വലിയ വഞ്ചകനാണ്. വീണ്ടും അത് തന്നെ ആവർത്തിക്കും, അങ്ങോട്ട് അടുപ്പിക്കും. അവൻ സ്വർഗം കാണും, അവിടെയുള്ള സുഖസൗകര്യങ്ങളും മറ്റും. റബ്ബിനോട് അവൻ പറയും, അള്ളാഹുവിനെ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ. അള്ളാഹു അവിടെ അവനെ പ്രവേശിപ്പിക്കുകയും അവനോട് ആഗ്രഹിക്കാൻ പറയുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, അള്ളാഹു അവന് ആഗ്രഹിക്കാനുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കുമെന്ന്. ഒടുവിൽ റബ്ബ് അവനോട് പറയും, ഫഇന്ന ലക മാ തമന്നൈത വഅശറതു അംസാലി ദുനിയ. നിനക്ക് നീ ആഗ്രഹിച്ചതും ദുനിയാവിന്റെ 10 ഇരട്ടിയും ഉണ്ടായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞ് ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, ഞാൻ എന്തിനാണ് ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുന്നില്ലേ? സഹാബത്ത് ചോദിച്ചു, എന്താണ് നബിയെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, മിൻ ദഹികി റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അല്ലാഹു ആ സന്ദർഭത്തിൽ ചിരിക്കുന്നതാണ്. അതോർത്തുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഈ ആളുകൾ ജഹന്നമിയൂൻ എന്നാണ് അറിയപ്പെടുക. ജഹന്നമാകുന്ന നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവർ. പക്ഷെ പിന്നീട് റബ്ബ് അവരുടെ പേര് മാറ്റുന്നതാണ്. തഖാഉൽ ജബ്ബാർ, ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആല മോചിപ്പിച്ചവർ എന്നാക്കി മാറ്റുന്നതാണ്. അതുപോലെ നരകത്തിൽ അവർ കിടക്കുന്ന കാലത്തും ഹദീസുകളിൽ കാണാം, അവർ
മുസ്ലിമീങ്ങളായിരുന്നു, ശിർക്ക് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് സുജൂദ് ചെയ്ത ഭാഗത്തെ നരകം സ്പർശിക്കുകയില്ല എന്ന്. സുബ്ഹാനല്ലാഹ്, നിസ്കാരത്തിന്റെ പ്രാധാന്യവും ശ്രേഷ്ഠതയും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. സുജൂദിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ അത് എന്താണ്? ചില പണ്ഡിതന്മാർ പറഞ്ഞു അഥവാ നെറ്റിയാണ്, മുഖമാണ്. പക്ഷേ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു അല്ല, സുജൂദിന്റെ 7 അവയവങ്ങളെയും നരകം സ്പർശിക്കുകയില്ല. 7 അവയവങ്ങളാണ് സുജൂദിൽ നിലത്ത് സ്പർശിക്കുക: മുഖവും 2 കൈപ്പത്തികളും 2 കാൽമുട്ടുകളും 2 കാൽപാദങ്ങളും, ഇങ്ങനെ 7 അവയവങ്ങൾ. റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ മോചിപ്പിക്കും. അള്ളാഹു അവരെ അവന്റെ മഹത്തായ ഫദ്ലിനാൽ ഒടുവിൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ബുദ്ധിയുള്ള ഒരാളെയും ഇതുപോലുള്ള ഹദീസുകൾ തിന്മയിലേക്ക് നയിക്കുകയില്ല. ബുദ്ധിയുള്ള ഒരാളെ. കാരണം അള്ളാഹുവിന്റെ റഹ്മത്തും അവന്റെ ആദമത്തും അവന്റെ മഹത്വവും അവന്റെ കാരുണ്യവുമെല്ലാം ഒരാൾ മനസ്സിലാക്കിയാൽ അവൻ റബ്ബിലേക്ക് അടുക്കാനാണ് ശ്രമിക്കുക. ബുദ്ധിയില്ലാത്ത ഒരാളാകട്ടെ ഈ ദീനിന്റെ അഭിസംബോധന അവരോടല്ല, ബുദ്ധിയുള്ളവരോടാണ് ഈ ദീൻ സംസാരിക്കുന്നത്. ഈ ദീനിന്റെ അഭിസംബോധന ബുദ്ധിയുള്ളവരോട്. ബുദ്ധിയുള്ളവൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. മറിച്ച് അവനെ തിന്മയിലേക്കല്ല, പാപങ്ങളിലേക്കല്ല, മറിച്ച് പാപമോചനത്തിൽ, പശ്ചാത്താപത്തിലേക്കാണ് ഇതുപോലുള്ള ഹദീസുകൾ, ഇതുപോലുള്ള ആയത്തുകളെല്ലാം നയിക്കുക. ഇതിനുശേഷം ഞാൻ ഈ പറഞ്ഞ വിഷയവുമായി വളരെ ബന്ധമുള്ള ചില വരികളാണ് ഇമാം അബൂബക്കർ ഇബ്നു അബി ദാവൂദ് റഹിമഹുല്ലാഹ് പറയുന്നത്. 27 മുതലുള്ള വരികൾ ശ്രദ്ധിക്കുക. 26 മുതലുള്ള വരികൾ: ولا تكفرن أهل الصلاة وإن عصوا فكلهم يعصي وذو العرش يصفح ولا تعتقد رأي الخوارج إنه مقال لمن يهواه يردي ويفضح ولا تك مرجيا لعوبا بدينه ألا إنما المرجي بالدين يمزح وقل إنما الإيمان قول ونية وفعل على قول النبي صلى الله عليه وسلم مصرح وينقص طورا بالمعاصي وتارة بطاعته ينمى وفي الوزن يرجح بطاعته ينمو وفي الوزن يرجح ينمي أنه അതുപോലെ ينمو എന്നും വായനയുണ്ട്. വല്ലാഹു അലം. ولا تكفرن أهل الصلاة, നീ നിസ്കരിക്കുന്നവരെ കാഫിറാണ് എന്ന് വിധിക്കരുത്. وإن عصوا, അവർ തിന്മകൾ ചെയ്താലും അഥവാ തിന്മകളുടെ പേരിൽ മുസ്ലിമീങ്ങളെ കാഫിറാക്കരുത്. فكلهم يعصي, അവരെല്ലാം തിന്മകൾ ചെയ്യുന്നു. وذو العرش يصفح, എന്നാൽ അർശിന്റെ റബ്ബായ അള്ളാഹു മാപ്പ് കൊടുക്കുന്നവനാണ്. ولا تعتقد رأي الخوارج, ഖവാരിജികളുടെ വിശ്വാസം നീ വിശ്വസിക്കരുത്. إنه مقال, അവരുടെ വാദം എന്നാൽ ലിമൻ യഹ്വാഹു, ആരാണോ അതിഷ്ടപ്പെടുന്നത് അതിലേക്ക് പോകുന്നത്, യുർദി, അവനെ നശിപ്പിച്ചു കളയും, വയഫ്ദഹു, അവനെ അപമാനിച്ചു കളയും. വലാ തകു മുർജിയൻ, ഖവാരിജികളുടെ നേരെ എതിർ ഭാഗത്തുള്ള ഒരു പിഴച്ച കക്ഷിയാണ് മുർജിയ. നീ മുർജിയത്തുകളുടെ കൂട്ടത്തിലുമാകരുത്. ലഊബൻ ബിദീനഹ്, തന്റെ ദീൻ കൊണ്ട് കളിക്കുന്ന മുർജിയുടെ ഒരു മുർജിയാകരുത് നീ. അല ഇന്നമൽ മുർജിയു ബിദ്ദീൻ യംസഹു, ഒരു മുർജി ദീൻ കൊണ്ട് തമാശ കളിക്കുന്നവനാണ്. വഖുൽ, മറിച്ച് നീ പറയുക, ഇന്നമൽ ഈമാനു ഖൗലുൻ വനിയ്യത്തുൻ വഫിഅലുൻ, ഈമാൻ എന്നാൽ വാക്കാണ്, നിയ്യത്താണ്, ഫിഅലുൻ പ്രവർത്തനമാണ്. അലാ ഖൗലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസറഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തമായ വാക്കിൽ അതാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വയൻഖുസു തൗറൻ, അത് കുറയും, ഘട്ടം ഘട്ടമായി കുറയും. ബിൽ മആസി, തിന്മകൾ കൊണ്ട്. വതാറത്തൻ, മറ്റു ചില സന്ദർഭങ്ങളിൽ ബിത്താഅതിഹി യൻമു, അള്ളാഹുവിനെ അനുസരിക്കുന്നത് കൊണ്ട് അത് വർദ്ധിക്കും. വഫിൽ വസ്നി യർജഹു, അത് തുലാസിൽ ഭാരം ഏറും. നോക്കൂ, ഈ വരികളിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്? ആദ്യത്തെ കാര്യം, വല തുക്ഫിറൻ അഹ്ല സലാഹ്, നിസ്കരിക്കുന്ന മുസ്ലിമീങ്ങളെ അവരുടെ തിന്മകളുടെ പേരിൽ നീ കാഫിർ എന്ന് വിധിക്കരുത്. തക്ഫീറിനെ കുറിച്ചാണ് ഈ വരികൾ. തക്ഫീർ എന്ന് പറഞ്ഞാൽ
അത് വളരെ പ്രാധാന്യമുള്ള, വളരെ ശ്രദ്ധിക്കേണ്ട ദീനിലെ മസാലകളിലൊന്നാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അൽ കുഫ്റു ഹഖ്ഖുല്ലാഹി സുമ്മ റസൂലിഹി ബിശ്ശർഇ യസ്ബുതു ലാ ബിഖൗലി ഫുലാനി മൻ കാന റബ്ബുൽ ആലമീന വഅബ്ദുഹു ഖദ് കഫറാഹു ഫദാക ദൂ കുഫ്റാനി. ഇമാം ഇബ്നുൽ ഖയ്യിം നൂനിയയിൽ പറഞ്ഞു, അൽ കുഫ്റു ഹഖ്ഖുല്ലാഹി സുമ്മ റസൂലിഹി, അല്ലാഹുവിന്റെ ഹഖാണ് കുഫർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. അഥവാ ആരാണ് കാഫിർ എന്ന് പറയേണ്ടത് റബ്ബാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ബിശ്ശർഇ യസ്ബുത്, ദീനിന്റെ പ്രമാണങ്ങൾ കൊണ്ട് മാത്രമേ അത് സ്ഥിരപ്പെടുകയുള്ളൂ. ലാ ബിഖൗലി ഫുലാനി, ആരെങ്കിലും പറഞ്ഞു എന്നതുകൊണ്ടല്ല അത് സ്ഥിരപ്പെടുക. മൻ കാന റബ്ബുൽ ആലമീന വഅബ്ദുഹു ഖദ് കഫറാഹു ഫദാക ദുൽ കുഫ്റാനി. റബ്ബുൽ ആലമീനും അവന്റെ അടിമയായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആരെയാണോ കാഫിറാക്കിയത്, ഫദാക ദുൽ കുഫ്റാനി, അവനാണ് കാഫിർ എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, ഒരാൾ കാഫിർ എന്ന് വിധിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വരികളിൽ ഉള്ളതുപോലെ അള്ളാഹു കാഫിർ എന്ന് പറഞ്ഞവനാണ് കാഫിർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാഫിർ എന്ന് പറഞ്ഞവനാണ് കാഫിർ. വാജിബായ തക്ഫീർ ഉണ്ട്, അഥവാ കാഫിർ എന്ന് വിശ്വസിക്കൽ നിർബന്ധമായ കാര്യങ്ങളുണ്ട്. അതാരാണ്? അള്ളാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം കാഫിറാണെന്ന് പറഞ്ഞവരെ. ഉദാഹരണത്തിന് അള്ളാഹുൽ പങ്കുചേർത്തവൻ മുശ്രിക്കാണ്, അവൻ കാഫിറാണ്. അള്ളാഹുവിനെ നിഷേധിച്ചവൻ അവൻ കാഫിറാണ്. പരലോകത്തെ നിഷേധിച്ചവൻ അവൻ കാഫിറാണ്. അള്ളാഹുവിന്റെ കിതാബുകളെയോ മലായിക്കത്തിനെയോ അള്ളാഹുവിന്റെ ഖദറിനെയോ നിഷേധിച്ചവൻ കാഫിറാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന, ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളെ നിഷേധിച്ചാൽ അവൻ കാഫിറായിത്തീരും. യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. നോക്കൂ, ഇത് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ, ഞാൻ ഈ പറഞ്ഞതുപോലെ പറയുക. ഏതെങ്കിലും ഒരു വ്യക്തിയെ തഈനൻ, അയാളെ നേർക്ക് നേരെ ലക്ഷ്യം വെക്കാതെ മൊത്തത്തിൽ ഇതുപോലെ പറയുക എന്നതിൽ യാതൊരു തകരാറുമില്ല. അങ്ങനെ പറഞ്ഞാൽ എന്തില്ല, അതിൽ യാതൊരു തെറ്റുമില്ല. അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ കാഫിറാണ്. അള്ളാഹുവിനെ നിഷേധിച്ചവൻ കാഫിറാണ്. പരലോകത്തെ നിഷേധിച്ചവൻ കാഫിറാണ്. ഇങ്ങനെ പറയുന്നതിൽ, ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ അതിൽ യാതൊരു തകരാറും ഇല്ല. പണ്ടു മുതലേ തക്ഫീറിന്റെ വിഷയത്തിൽ ആളുകൾ അതിൻ്റെ ആഴങ്ങളിൽ ഇറങ്ങുകയും അതിൽ പല രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴിതെറ്റിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. വിവരമില്ലാത്തവരും അതുപോലെ ആജലത്തിന്റെ ധൃതിയുടെ ആളുകളും അവധാനതയോ സാവകാശമോ ഒന്നും കാണിക്കാത്ത ആളുകളുമൊക്കെ കയറി ഇടപെട്ട് അങ്ങേയറ്റം വഷളാക്കിയ വിഷയങ്ങളിലൊന്നാണ് തക്ഫീർ എന്ന് പറയുന്നത്. ഒരു മുസ്ലിം തിന്മ ചെയ്തു എന്നതിന്റെ പേരിൽ അവനെ കാഫിർ എന്ന് വിളിക്കുക വളരെ വളരെ ഗുരുതരമായ കാര്യമാണ്. ഒരു മുസ്ലിം എന്തെങ്കിലും തിന്മ ചെയ്തു എന്നതിന്റെ പേരിൽ അവനെ കാഫിർ എന്ന് വിളിക്കുക അങ്ങേയറ്റം ഗുരുതരമായ കാര്യമാണ്. ആ തിന്മ ഒരു മുസ്ലിം അവൻ ആവർത്തിച്ച് ചെയ്താലും ശരി, കാഫിർ എന്ന് വിളിക്കുക എന്ന് പറയുന്നത് ദീനിനെ കുറിച്ച്, ദീനിന്റെ അടിസ്ഥാന പാഠങ്ങളെക്കുറിച്ച് വിവരമുള്ള ഒരാൾ ചെയ്യുന്ന കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരാൾ മദ്യപിക്കുകയും പലതവണ അതിന്റെ പേരിൽ മദ്യപിച്ചതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങുകയും ചെയ്തു. അപ്പൊ ചില സഹാബിമാർ പറഞ്ഞു, ലഅനഹുല്ലാഹ്, അല്ലാഹു അയാളെ ശപിക്കട്ടെ, മാ അക്സറ മാ യുഅ്താ ബിഹി ശാരിബൻ, എത്ര തവണയാണ് ഈ കള്ളു കുടിച്ചിട്ട് ഇയാളെ കൊണ്ടുവരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ പറയുകയാണ്, ലാ തൽഅനൂഹു, നിങ്ങൾ അയാളെ ശപിക്കരുത്. ഫവല്ലാഹി മാ അലിംതു ഇന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു, അയാളെക്കുറിച്ച് ഞാൻ അറിയുന്നത് എന്താണ്, അയാൾ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നയാളാണ് എന്നാണ്. അഹ്വല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അയാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാഫിറാക്കിയില്ല എന്ന് മാത്രമല്ല, ഈ വിശേഷണമാണ് അദ്ദേഹത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കൂ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതാണ് ഈ വരിയിൽ ഇമാം പറഞ്ഞിട്ടുള്ളത്, വലാ തുക്ഫിറൻ അഹ്ല സ്വലാത്തി വഇൻ അസൗ, തിന്മകളുടെ പേരിൽ എന്തു ചെയ്യരുത്, മുസ്ലിമീങ്ങളെ
കാഫിറാക്കരുത്. ഫകുല്ലുഹും യഅസി വദുൽ അർശി യസ്ഫഹു, അവരെല്ലാവരും ആളുകൾ തിന്മ ചെയ്യുന്നവരാണ്, എന്നാൽ റബ്ബ് സുബ്ഹാനഹു വതആല അവൻ മാപ്പ് കൊടുക്കുന്നവനാണ്. ശേഷം ഇമാം പറഞ്ഞു, വലാ തഅതഖിദ് റഅയൽ ഖവാരിജ്, നീ ഖവാരിജുകളുടെ വിശ്വാസം വിശ്വസിക്കരുത്. ഇന്നഹു മഖാലുൻ ലിമൻ യഹ്വാഹു യുർദി വയഫ്ദഹു, അത് സ്വീകരിച്ചവൻ നശിച്ചു പോകും. ഖവാരിജുകൾ എന്ന് പറഞ്ഞാൽ ചില പണ്ഡിതന്മാർ അവരെ വിശേഷിപ്പിച്ചത് കാണാം, അഗ്റബു ബനി ആദം. ഇമാം ഇബ്നുൽ അസീർ നിഹായിൽ അവരെ വിശേഷിപ്പിച്ചത് കാണാം, അഗ്റബു ബനി ആദം, മനുഷ്യരുടെ കൂട്ടത്തിൽ ഇത്ര വേറിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യരുടെ കൂട്ടത്തിൽ ഇത്രമാത്രം ഒറ്റപ്പെട്ടു നിൽക്കുന്ന, ഇത്രമാത്രം അപരിചിതമായ സ്വഭാവം സ്വീകരിക്കുന്ന ഒരു കൂട്ടർ വേറെയില്ല എന്ന്. അതാണ് ഖവാരിജുകൾ. ഖവാരിജുകൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടുത്ത താക്കീത് പറഞ്ഞിട്ടുള്ള, അങ്ങേയറ്റം ഗൗരവകരമായ വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു പിഴച്ച വിഭാഗമാണ് ഖവാരിജ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞു, തംറുഖു മാരിഖത്തുൻ ഇൻദ ഫുർഖത്തിൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ഒരു കക്ഷി പുറപ്പെട്ടു വരും, ദീനിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു കക്ഷി. യഖ്തുലുഹ ഔല ത്വായിഫതൈനി ബിൽ ഹഖ്, മുസ്ലിമീങ്ങളിലെ രണ്ട് കക്ഷികളിൽ ഹക്കിനോട് ഏറ്റവും അടുത്ത കൂട്ടർ ഇവരോട് യുദ്ധം ചെയ്യും, ഇവരെ കൊലപ്പെടുത്തും. ഇമാം മുസ്ലിമിന്റെ സഹീഹിലെ ഹദീസാണ്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കൂ നിങ്ങൾ, തംറുഖു മാരിഖത്തുൻ ഇൻദ ഫുർഖത്തിൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുള്ള ഒരു സമയത്ത് ഈ ഒരു കക്ഷി പുറപ്പെടും. മുസ്ലിമീങ്ങൾ രണ്ട് കക്ഷിയായി നിൽക്കുകയായിരിക്കും. അവരിൽ ഏറ്റവും സത്യത്തോടടുത്ത കക്ഷി ഇവരോട് യുദ്ധം ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ ശ്രേഷ്ഠരായ അലി ഇബ്നു അബി താലിബ്, മുആവിയ ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമ, ഈ രണ്ട് സഹാബിമാരുടെ നേതൃത്വത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടായ സന്ദർഭത്തിൽ ഖവാരിജുകൾ പൊട്ടിപ്പുറപ്പെട്ടു. അവർ ഈ രണ്ട് മുസ്ലിമീങ്ങളായ കക്ഷികളെയും സഹാബത്തിനെ മുഴുവൻ കാഫിറാക്കി. അവരുടേതായ ന്യായങ്ങളും വ്യാഖ്യാനങ്ങളും പറഞ്ഞുകൊണ്ട് അതിലൊന്നായിരുന്നു ഈ രണ്ടുപേർക്കിടയിൽ, ഈ രണ്ടു കൂട്ടർക്കിടയിൽ രഞ്ജിപ്പിന് ഇവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ രണ്ടുപേരെ സഹാബത്ത് നിയമിച്ചു. അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിനെയും, മുആവിയ ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അമർ ബിൻ ആസ്, മസർ ഇസ്ലാമിനു വേണ്ടി കീഴടക്കിയ മഹാനായ സഹാബി അമർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെയും മുസ്ലിമീങ്ങൾ രണ്ട് ഹക്കമുകളായി വെച്ചു, രണ്ട് വിധികർത്താക്കളാക്കി വെച്ചു. ഖവാരിജുകൾ പറഞ്ഞു, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, വിധി പറയാൻ അവകാശം ആർക്ക് മാത്രമാണ്? അള്ളാഹുവിന് മാത്രം. അതുകൊണ്ട് പടപ്പുകളുടെ വിധി സ്വീകരിച്ചു എന്നതുകൊണ്ട് നിങ്ങളെല്ലാം കാഫിറായി പോയിരിക്കും. അപ്പോഴാണ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അറിയപ്പെട്ട ശ്രേഷ്ഠമായ ആ വാക്ക് പറഞ്ഞത്, കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിഹാ ബാത്തിൽ, കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിഹാ ബാത്തിലുൻ, പറഞ്ഞ വാക്ക് സത്യമാണ്, പക്ഷെ അതിന്റെ പിന്നിലെ ഉദ്ദേശം ബാത്തിലാണ്, പറഞ്ഞതിന്റെ പിന്നിലെ ഉദ്ദേശം വേറെയാണ്. മഹാനായ സഹാബി അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ വിഭാഗത്തോട് സംസാരിക്കാൻ അങ്ങോട്ട് ചെല്ലുകയുണ്ടായി. സഹാബികളുടെ പണ്ഡിത ശ്രേഷ്ഠനാണ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്. അദ്ദേഹം അങ്ങോട്ട് ചെന്ന് ഈ ഖൗമിനിടയിൽ ചെന്ന് ആ ബിദ്അത്തിന്റെ കക്ഷിയോട് സംസാരിക്കുകയാണ്. വിവരമില്ലാത്ത കുറെ ആളുകൾ അപ്പുറത്തിപ്പുറത്ത് നിർത്തി എന്നിട്ട് ബിദ്അത്തിന്റെ കക്ഷിയോട് സംസാരിക്കാൻ അവസരം കൊടുക്കുക. എന്നിട്ട് നമ്മളും പറയാം, ആളുകളുടെ മനസ്സിൽ സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും കുടുങ്ങുക, അത് പരിഹരിക്കപ്പെടാതെ പോകുക. ഇതൊന്നും ഇല്ലാത്ത ആളുകളുടെ മനസ്സിൽ ഇങ്ങനെയാണോ? അല്ല സഹോദരങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഈ കാലത്ത് ഈ ഉപകരണം നമ്മുടെ കയ്യിലുള്ള
ഈ കാലത്ത് ശുഭത്തുകളെ വളരെ വളരെ ശ്രദ്ധിക്കുക. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇസ്ലാമിലും സുന്നത്തിലുമായി മരിച്ചു പോവുക എന്നത് പ്രിയമുള്ളവരെ ഈ കാലത്ത് വളരെ അസീസായ അഥവാ വളരെ വിലപ്പെട്ട എല്ലാവർക്കും ലഭിക്കാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ലഭിച്ച ഈ നിഅമത്ത് നശിപ്പിച്ചു കളയരുത്. ശുഭത്തുകൾ, ആശയക്കുഴപ്പങ്ങളെ നേരിടേണ്ടത് എങ്ങനെയാണ്? ആശയക്കുഴപ്പങ്ങളുടെ കാര്യത്തിൽ ജനങ്ങൾ രണ്ടു കൂട്ടരാണ്. ഒന്ന്, അത് കേൾക്കാത്തവർ, അത് മനസ്സിൽ പതിയാത്തവർ സലാമത്തിലാണ്, കേട്ടിട്ടില്ല, ഒന്നും മനസ്സിൽ കുടുങ്ങിയിട്ടില്ല. രണ്ടാമത്തെ കൂട്ടർ അത് കുടുങ്ങിയവരാണ്, മനസ്സിൽ അത് കുടുങ്ങിയവരാണ്. ആശയക്കുഴപ്പങ്ങൾ മനസ്സിൽ കുടുങ്ങിയിട്ടില്ലേ? അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ ദീന്റെ കാര്യത്തിൽ അതിന്റെ അടിത്തറയെ ബാധിക്കുന്ന രൂപത്തിൽ സംശയങ്ങളൊന്നും മനസ്സിലില്ലേ? നീ സലാമത്തിനാണ്, നീ സുരക്ഷിതനാണ്. അറബിയിൽ ഒരു ചൊല്ലുണ്ട്, അസ്സലാമത്തു ലാ യുആദിലുഹാ ശൈ, സലാമത്തിനോളം വിലയുള്ള മറ്റൊന്നുമില്ല. എങ്കിൽ നീ എന്ത് ചെയ്യുക? അത് കാത്തു സൂക്ഷിക്കുകയാണ് നിന്റെ ബാധ്യത. എങ്ങനെയാണ് അത് കാത്തു സൂക്ഷിക്കേണ്ടത്? ശുഭത്തുകൾക്ക് ചെവി കൊടുക്കാതിരിക്കുക, അതിലേക്ക് നോക്കാതിരിക്കുക. അൽഹംദുലില്ലാ, സലാമത്തിനാണ് അതിൽ മുന്നോട്ട് പോവുക. ഈ ദീനിന്റെ വിജ്ഞാനീയങ്ങൾ നിന്റെ മനസ്സിൽ ഗ്രഹിച്ചെടുക്കാൻ ശ്രമിക്കുക. ഹുദ, അള്ളാഹു നൽകിയ ഹുദ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. എങ്ങനെയാണ്? ഖുർആൻ പഠിച്ചുകൊണ്ട്, ഹദീസുകൾ പഠിച്ചുകൊണ്ട്, അദ്കാറുകൾ പഠിച്ചു, ഉപകാരപ്രദമായ വിജ്ഞാനം പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ചെവി കൊടുക്കരുത്. ബാത്തിലാണെന്ന് അറിഞ്ഞോ പിന്നെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കരുത്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, ഫമാദാ ബഅദൽ ഹഖ് ഇല്ല ദലാൽ, ഹക്ക് കഴിഞ്ഞാൽ പിന്നെ ദലാലല്ലാതെ, വഴികേടല്ലാതെ മറ്റെന്താണുള്ളത്? ഒരു കാര്യം ഹക്കാണ് നിനക്ക് മനസ്സിലായാൽ അതിനെതിരായത് ബാത്തിലായേ പറ്റുള്ളൂ. ഒന്നും രണ്ടാണ് എന്ന് നീ മനസ്സിലാക്കിയാൽ, ഒന്നും മൂന്നാണ് എന്നൊരാൾ പറഞ്ഞാൽ തെറ്റാണെന്ന് മാത്രമല്ല, തെറ്റായ പറ്റൂ, തെറ്റായ തീരൂ എന്നതുപോലെ നീ മനസ്സിലാക്കുക. ഹക്കാണോ ബാത്തിലാണ് ഒരാൾ പറയുക, ശിർക്കാണ് സംസാരിക്കുന്നത്, ബിദ്അത്താണ് സംസാരിക്കുക, ഹദീസ് നിഷേധമാണ് സംസാരിക്കുക എന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുക. ഇതീ നീ വളരെ ശ്രദ്ധയോടെ കരുതലോടെ മുറുകെ പിടിക്കുക. ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫൻദുറു അമ്മൻ തഅഖുദൂന ദീനക്കും. ഈ അറിവ് അത് ദീനാണ്, ദാരിൽ നിന്ന് സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. അഹ്ലുസുന്നത്തിന്റെ സത്യസന്ധതയുടെ അറിവിന്റെ ആളുകളിൽ നിന്ന് മാത്രം അത് സ്വീകരിച്ചുകൊള്ളുക. രണ്ടാമത്തേത്, അതുപോലെ ആ ഹിദായത്ത് നിലനിർത്താൻ അള്ളാഹുവിനോട് തേടുക. രണ്ടാമത്തെ കൂട്ടരാരാണ്? ഇത് വല്ലതും മനസ്സിൽ പതിന്നവരാണ്. എന്തോ അയാൾ വായിച്ചു പോയി, അല്ലെങ്കിൽ കേട്ടുപോയി, കണ്ടുപോയി, ഇതിലൂടെ ദീനിന്റെ അടിത്തറയെ ബാധിക്കുന്ന എന്തെങ്കിലും സംശയം മനസ്സിൽ കുടുങ്ങി, ബിദ്അത്തോ അല്ലെങ്കിൽ കുഫറോ ശിർക്കോ ബന്ധപ്പെട്ട ഒരു സംശയം മനസ്സിൽ കുടുങ്ങി എങ്കിൽ സുബ്ഹാനല്ലാഹ്, അത് പരിഹരിക്കാനുള്ള ശർഈയായ മാർഗങ്ങൾ നീ സ്വീകരിക്കുക. അതിൽ വളരെ 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 പ്രധാനപ്പെട്ടതാണ്, നീ ആദ്യം മനസ്സിലാക്കുക, ഇതിന് മറുപടിയുണ്ട്, ഇതിനൊരു ജവാബുണ്ട്. കാരണം ഈ ദീൻ, അതിൽ യാതൊരു സംശയവുമില്ല. നീ മനസ്സിലാക്കിയ ആശയക്കുഴപ്പത്തിന് മറുപടി, നീ അത് അറിഞ്ഞില്ല എന്നതുകൊണ്ടെന്ന് വിചാരിക്കരുത്, അതിന് മറുപടി ഇല്ല എന്ന് വിചാരിക്കരുത്. രണ്ടാമത്തെ കാര്യം, നീ അത് അള്ളാഹുവിനോട്, അള്ളാഹുവിൽ അവലംബം അർപ്പിച്ചുകൊണ്ട്, അവനോട് ദുആ ചെയ്തുകൊണ്ട് അതിനെ നേരിടാൻ ശ്രമിക്കുക. ആളുകളുടെ അരികിലേക്ക് സംശയ നിവാരണത്തിന് പോകുന്നതിനപ്പുറം നീ ശ്രദ്ധിക്കേണ്ട റബ്ബിൽ ഖൽബ് അവലംബിക്കാനാണ്. അള്ളാഹുവിനോട് നീ സത്യസന്ധമായി തേടിയാൽ അള്ളാഹു മനസ്സിൽ നിന്ന് ശുഭത്തുകൾ നീക്കി തരും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, ഒരു മസ്അല, ഒരു ശുഭഹത്ത് എന്നല്ല, ഒരു കേവല ദീനിൽ ഒരു മസ്അല മനസ്സിലാക്കാൻ സാധിക്കാതെ പോയാൽ അദ്ദേഹം ആളൊഴിഞ്ഞ ഏതെങ്കിലും മസ്ജിദുകളിലേക്ക് ചെല്ലുകയും ധാരാളമായി ഇസ്തിഗ്ഫാർ നടത്തുകയും അള്ളാഹുവിന് സുജൂദ് ചെയ്യുകയും എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. യാ മുഅല്ലിമ ഇബ്രാഹിം അല്ലിംനി, യാ മുഫഹിമ സുലൈമാൻ ഫഹിംനി. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പഠിപ്പിച്ച റബ്ബെ എനിക്ക് പഠിപ്പിച്ചു നൽകണമേ, സുലൈമാനെ മനസ്സിലാക്കി കൊടുത്ത റബ്ബെ നീ എനിക്ക് മനസ്സിലാക്കി തരയണമേ. ധാരാളം തവണ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ട്, കാരണം പാപങ്ങൾ ദീൻ മനസ്സിലാക്കാൻ തടസ്സമായേക്കും. അതുപോലെ ധാരാളമേ അള്ളാഹുവിനോട് ദുആ ചെയ്ത് സംശയം നീക്കുക. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. മനസ്സിൽ വെച്ചുകൊണ്ട് മനസ്സിൽ അടിച്ചമർത്തി വെക്കരുത്. ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞതുപോലെ നീ നിന്റെ ഹൃദയത്തെ ഒരു കണ്ണാടി പോലെയാക്കുക, നീ അതൊരു കൂജ പോലെയാക്കരുത്. കണ്ണാടി എന്താണ്? അത് തട്ടിയാൽ അത് പ്രതിഫലിച്ച് പോയി പോകും. എന്നാൽ ഒരു കൂജയിൽ അതിൽ എല്ലാം ഇങ്ങനെ അതിൽ
അടിഞ്ഞുകൂടിയിരിക്കും. അതൊരു പക്ഷെ പുറത്തേക്ക് വരിക മരണസമയത്തായിരിക്കും. അതുകൊണ്ട് അത് വെച്ചുകൊണ്ടിരിക്കരുത്. മറിച്ച് എന്ത് ചെയ്യണം? നാലാമത്തെ കാര്യം, അത് അറിവുള്ള ആളുകളോട്, തിബ്ബാഉൽ ഖുലൂബ്, ഹൃദയത്തിന്റെ അത് ചികിത്സിക്കാൻ കഴിയുന്ന തിബ്ബ, അതിന്റെ ഡോക്ടർമാരാണ്, ദീൻ പഠിച്ചവരാണ്, അതിൽ നല്ല കഴിവുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് ഇതുപോലുള്ള സംശയങ്ങൾ നേരിടാൻ കഴിവുള്ള അവരോട് ചെന്ന് നീ ചോദിക്കുകയും പഠിക്കുകയും ചെയ്യും. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അറിവില്ലെങ്കിൽ അറിവില്ല എങ്കിൽ നിങ്ങൾ അറിവുള്ള ആളുകളോട് ചോദിക്കുക. അഞ്ചാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം, നിന്നെ പോലുള്ള ആളുകളുടെ അരികിൽ നീ അത് പ്രചരിപ്പിക്കരുത്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു സംശയമുണ്ട്, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അതിലുണ്ട്, അതിൻ്റെ പോലെ കുറേ ആളുകളുണ്ട്. ഒരു സംശയമുണ്ട്, അറിയുന്ന ആരെങ്കിലും ഒന്ന് പറഞ്ഞുതരൂ എന്ന് പറഞ്ഞങ്ങ് വിടലാണ്. ചെയ്യരുത്. കാരണം അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ സലാമത്തിലുള്ള ആളുകളുണ്ടാവും. അവരുടെ മനസ്സിൽ, നിന്റെ മനസ്സിൽ പതിന്ന ഈ സംശയം വെറുതെ ആളുകളുടെ മനസ്സിൽ ഇട്ട് കൊടുക്കുക. ഏതെങ്കിലും കേവലമായ ഫഖിയായ മസാലയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. മനസ്സിലായില്ല? ഒരാളുടെ കുളിക്കുമ്പോൾ ഒരു അവയവം നനഞ്ഞില്ല, എന്ത് ചെയ്യും, ഇതുപോലുള്ള ചെറിയ സംശയങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷെ ദീനിന്റെ അടിത്തറകളെ ബാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ബിദ്അത്ത്, അതുപോലെ കുഫറും ശിർക്കും ഹദീസ് നിഷേധം ഒക്കെ പോലെയുള്ള കടുത്ത ദലാലത്തുകൾ, അതുപോലെ ഏതെങ്കിലും പിഴച്ച കക്ഷികളുടെ വാദങ്ങൾ, ഖവാരിജികളുടെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ദാഇശോ അതുപോലുള്ള ഏതെങ്കിലും പിഴച്ച കക്ഷികൾ, അല്ലെങ്കിൽ ഏതെങ്കിലും വഴികെട്ട സംഘടനകളോ സംഘങ്ങളോ, അവരുടെയൊക്കെ വാദങ്ങളും ശുബഹത്തുകളും, ഇതേക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഫിഖിയായ കേവലം സംശയങ്ങളെക്കുറിച്ചല്ല. ശരി, അങ്ങനെയുള്ള സംശയം ഒരാൾ അതുപോലുള്ള ആളുകളുള്ള അടുത്ത് ചോദിച്ച് മറ്റൊരാൾ മറുപടി പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും പഠിക്കാൻ സാധിക്കും. ശുബഹത്തുകളുടെ കാര്യം അങ്ങനെയല്ല. അതിങ്ങനെ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കരുത്. ആളുകൾക്കിടയിൽ അത് പ്രചരിപ്പിക്കും. ഈ വഴികൾ സഹോദരങ്ങളെ സ്വീകരിക്കുക. അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ പഠിപ്പിച്ച മാർഗങ്ങളാണ് ഞാൻ നിങ്ങളോട് ചുരുക്കി പറഞ്ഞത്. സലാമത്തിലുള്ള ആളുകളും അതല്ല അത് ബാധിച്ച ആളുകളും രണ്ടു കൂട്ടരും ഇത് നേരിടേണ്ട വഴികളുണ്ട്. വളരെ വളരെ പ്രിയമുള്ളവരെ, ഇക്കാര്യം ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു വന്നത് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖവാരിജികളെ നേരിടാൻ പോയത് ഒറ്റക്കാണ് എന്നാണ്. മനസ്സിലായി? കുറെ സാധാരണക്കാരായ ആളുകൾ കൂട്ടി അവർ പറയുന്ന ശുഭത്തുകളൊക്കെ ഇവർക്കും ബാധിച്ചോട്ടെ, അല്ല, അവരുടെ മടയിൽ അങ്ങോട്ട് ചെല്ലുകയാണ്, എന്നിട്ട് സംസാരിക്കുകയാണ്. എന്തുണ്ടായി? 2000 ആളുകളാണ് ആ സംസാരത്തിന് ശേഷം ഈ ബിദ്അത്തിന്റെ വഴി ഉപേക്ഷിച്ച് ഇബ്നു അബ്ബാസിന്റെ കൂടെ മടങ്ങിയതെന്നാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ചിന്തിച്ചു നോക്കുക. അതാണ് നേരിടേണ്ടതുപോലെ അറിവുള്ളവർ ബിദ്അത്തുകളെ നേരിട്ടാലുള്ള ഫലം. ഇന്ന് പലരും സുബ്ഹാനല്ലാഹ് സ്റ്റേജ് കെട്ടി സദസ്സുകൾ സംഘടിപ്പിച്ച് സാധാരണക്കാരായ ആളുകളെ കൊണ്ടുവന്ന് സുബ്ഹാനല്ലാഹ് ദീനിന്റെ അടിത്തറകളെ ബാധിക്കുന്ന സംശയങ്ങൾ പരസ്യമായി ചോദിക്കാൻ അവസരം കൊടുക്കുക. സുബ്ഹാനല്ലാഹ്, ഇതിന്റെ അപകടം നിസ്സാരമല്ല, വലിയ അപകടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ശുഭത്തുകൾ, ഈ ആശയക്കുഴപ്പങ്ങൾ തലയിൽ കയറാത്ത ആളുകളുടെ മനസ്സിൽ ഇതോടെ ആയിരിക്കും കയറുക. ചിലപ്പോൾ അത് മാത്രമായിരിക്കും അവന്റെ മനസ്സിൽ, ഉത്തരം അവന്റെ മനസ്സിൽ എവിടെയും ഉണ്ടാവുകയില്ല. എന്നു മാത്രമല്ല, ആശയക്കുഴപ്പങ്ങൾ അത് ദിനേന ആളുകൾക്ക് പുതിയത് ഉണ്ടാക്കാം. ഹക്ക് അങ്ങനെ നമുക്ക് പുതിയ ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ, പഴയതാണ്. എന്നാൽ ബാത്തിൽ പുതിയത് ഓരോ ദിവസവും ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ ഉണ്ടാക്കിയതിന് ചിലപ്പോൾ അതിനെ പരിപൂർണമായി ഗണ്ണിക്കുന്ന മറുപടി ഉത്തരം പറയുന്ന ആൾക്ക് ലഭിച്ചോളണമെന്നില്ല. മനുഷ്യരല്ലേ നമ്മളൊക്കെ. അത് മറുപടി ഉണ്ടാകും ദീനിൽ. പക്ഷെ അത് അപ്പോൾ ആ സമയത്ത് ഒരാൾക്ക് ലഭിച്ചോളണം. എന്തിനാണ് അങ്ങനെയുള്ള അപകടത്തിന് സാധ്യതയുള്ള സദസ്സുകൾ ഒരുക്കുന്നത്? അങ്ങനെയുള്ള ശുഭത്തുണ്ടോ? അത് മറുപടി പറയേണ്ടതാണോ? ആളുകൾക്കിടയിൽ പ്രചരിച്ചിട്ടുണ്ടോ? എങ്കിൽ അതിന് സൗകര്യം പോലെ പഠിക്കുകയും അതിനെ ഒന്നാകെ തകർക്കുകയും ചെയ്യുന്ന മറുപടി സൗകര്യത്തിൽ പറയാമല്ലോ. എന്താണ് അപ്പ ചോദിക്കും, ഇപ്പം ഞാൻ പറയാം എന്നിങ്ങനെ വെല്ലുവിളിക്കേണ്ട ആവശ്യം എന്തുണ്ട്? ചില സഹാബിമാർ പറഞ്ഞതുപോലെ എല്ലാ ചോദ്യത്തിനും ഒരുത്തൻ മറുപടി പറഞ്ഞാൽ അവൻ ഭ്രാന്തനാണ് എന്ന്, മജ്നൂനാണെന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എവിടെയെങ്കിലും ഒരാൾ സംശയം ചെന്ന് ചോദിച്ചാൽ ഇതെനിക്കറിയില്ല, ഞാൻ പഠിച്ചിട്ട് പറയാമെന്ന് ഇങ്ങനെയുള്ള ആളുകൾ പറയുന്നത്? ഒരിക്കലുമില്ല. ഇത് പലതും സുബ്ഹാനല്ലാഹ് ദീനിന്റെ അടിത്തറകളെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. പല ശുബ്ഹത്തുകൾ ശിർക്കുമായി ബന്ധപ്പെട്ട് പല കള്ളക്കഥകളും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുത്ത് വന്ന് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, ഇതുപോലുള്ള പല കള്ളക്കഥകളും അതിന്റെ പല രൂപത്തിൽ കൂട്ടിമാട്ടി വന്ന് ചോദിക്കുന്ന ആളുകളുണ്ടാവും. ഇതൊക്കെ അതുവരെ കേൾക്കാത്ത ആളുകളുടെ മനസ്സിൽ ഇത് പതിയാൻ ഇതുപോലുള്ള സദസ്സുകൾ കാരണമാകും. സഹോദരങ്ങൾ, തൗഹീദ്
ഈ രൂപത്തിൽ ജനങ്ങൾക്ക് ചവിട്ടിമെതിക്കാൻ ഇട്ടുകൊടുക്കുക എന്നത് ദൗർഭാഗ്യകരമായ ഒരു കാഴ്ചയാണ്. അനാവശ്യ ചർച്ചകൾ, സാങ്കല്പിക മസാലകൾ ഉണ്ടാക്കുക. അവിടെ അങ്ങനെ സംഭവിച്ച് ഇങ്ങനെ തേടിയാൽ അത് ശിർക്കാണോ അല്ലേ? സാങ്കല്പിക മസാലകൾ ഉണ്ടാക്കുക. ആളുകൾ മനസ്സിൽ സുബ്ഹാനല്ലാഹ് എന്താണ് സംഭവിക്കുന്നത്? ഷിർക്കിന്റെ വക്താക്കൾക്ക് പരിഹസിക്കാൻ, നിങ്ങളുടെ തൗഹീദ് എന്താ, നിങ്ങളുടെ തൗഹീദ് തീരുമാനമാക്കൂ എന്ന് പറയാൻ അവസരമൊരുക്കുന്ന ദൗർഭാഗ്യകരമായ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് പ്രചരിപ്പിക്കാൻ ഇറങ്ങിയ ആളുകൾക്ക് നേർബുദ്ധി നൽകുകയും നേരായ രൂപത്തിൽ ഇതുപോലുള്ള അനാവശ്യമായ കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ തൗഫീഖ് ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. ആരെയും തോൽപ്പിക്കാനോ അല്ലെങ്കിൽ വഷളാക്കാനോ വേണ്ടിയല്ല ഈ പറയുന്നത്. മറിച്ച് ഇത് തൗഹീദ് ചവിട്ടിമെതിക്കപ്പെടുന്നതിലുള്ള വേദന കൊണ്ട് പറയുന്നതാണ്. സഹോദരങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട, വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. നമ്മുടെ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്ങനെ ബിദ്അത്തുകളെ, ശുബ്ഹത്തുകളെ നേരിടണം. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുഖദ്ദിമയിൽ പറയുന്നുണ്ട് ചില ശുബ്ഹത്തുകളാണ്. അത് തിരിഞ്ഞു നോക്കാതെ അതിന് മറുപടി പറയാതിരിക്കലായിരിക്കും അതിനുള്ള മറുപടി. അതോടെ അത് കുഴിച്ചു മൂടപ്പെടും. ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ ചിലത് അത്രയും പ്രചരിച്ചിട്ടുണ്ടാവും, അപ്പം അതിന് മറുപടി പറയേണ്ടി വരും. ചിലത് മുജ്മലായി മറുപടി പറയേണ്ടതായിരിക്കും, ഒറ്റ മറുപടി. ചിലത് അങ്ങനെ പറഞ്ഞാൽ പോരാ, മുഫസ്സലായി ഓരോന്നിനും അതിനെ കീറി മുറിച്ച് മറുപടി പറയേണ്ടതായിരിക്കും. ഇങ്ങനെ ഓരോന്നും ഇത് സഹോദരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അറിവുള്ള ആളുകൾക്കാണ്. അറിവില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഊന്നേണ്ടടുത്ത ആളുകൾ മറുപടി പറയുമ്പോൾ ഊന്നുകയില്ല. റാസിയെക്കുറിച്ച് പറയാറുണ്ട്, റാസിയുടെ തഫ്സീറിൽ ശുബ്ഹത്തുകൾ നഖ്ദൻ ഉദ്ധരിക്കും എന്ന് പറഞ്ഞാൽ ശുബ്ഹത്തുകളൊക്കെ അപ്പം റെഡിയായി ഉദ്ധരിക്കും. അതിനുള്ള മറുപടി ഏതെങ്കിലും ഭാഗത്തായിരിക്കും തഫ്സീറിൽ. ആ തഫ്സീറിനെ കുറിച്ച് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അതിൽ തഫ്സീർ അല്ലാത്ത വാക്യമൊക്കെ ഉണ്ട്. കാരണം എല്ലാ ദലാലത്തുകളും ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അതിനുള്ള മറുപടി എവിടെയെങ്കിലും ചിലപ്പോഴൊക്കെ വളരെ വളരെ ദുർബലമായ രൂപത്തിൽ. ഇനി അതിൽ തന്നെ പ്രചരിപ്പിക്കപ്പെട്ട പല ദലാലത്തുകളും ഉണ്ട്. പക്ഷേ സുബ്ഹാനല്ലാഹ് പലരും മനസ്സിലാക്കിയിട്ടുള്ള ഇബ്ൻ ജരീർ അത്തബരിയുടെ തഫ്സീർ പോലെ, അഥവാ സഹാബത്തിൽ നിന്ന് അസാറുകൾ ഉദ്ധരിച്ചിട്ടുള്ള മുൻഗാമികളുടെ അസറുകൾ കൊണ്ടുവന്നിട്ടുള്ള സനദ് കൊണ്ട് നിറഞ്ഞിട്ടുള്ള തഫ്സീറുകൾക്കില്ലാത്ത വില ആളുകളുടെ മനസ്സിൽ ഇതുപോലുള്ള തഫ്സീറുകൾക്ക് പലരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചില ആളുകൾ നമ്മുടെ നാട്ടിൽ ഫ്രീ ആയി അത് മസ്ജിദുകളിൽ മലയാളത്തിൽ അടിച്ച് വിതരണം ചെയ്യാൻ അവർ പൈസ ചെലവാക്കി അത് വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് പല മുജാഹിദ് മസ്ജിദുകളിലും ഇത് വിതരണം ചെയ്യപ്പെട്ട് അവിടെ ആളുകൾക്ക് വായിക്കാൻ വെച്ചു കൊടുത്തിരിക്കാൻ. ദുനിയാവിൽ വേറെ തഫ്സീറുകൾ ഇല്ലാത്തതുപോലെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് വ ഇലല്ലാഹിൽ മുശ്തക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരെ പോയി നേരിട്ടു, അവരോടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. അതിൽ അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട സംശയമായിരുന്നു എന്ത്, നിങ്ങൾ രണ്ടുപേരെ വിധികർത്താക്കളാക്കി വെച്ചു എന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നോക്കൂ, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിയാൽ അവരെ നേരെയാക്കാൻ ഫബഅതു ഹക്കമൻ മിൻ അഹ്ലിഹി വ ഹക്കമൻ മിൻ അഹ്ലിഹ, അവളുടെ കുടുംബത്തിൽ നിന്നൊരു ഹക്കമിനെ, അവന്റെ കുടുംബത്തിൽ നിന്നൊരു ഹക്കമിനെ, ഒരു വിധികർത്താവിനെ നിശ്ചയിക്കാൻ പറഞ്ഞിരിക്കുന്നു. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റുന്നതിന് അള്ളാഹു രണ്ടുപേരെ വിധി കൽപ്പിക്കാൻ നിശ്ചയിക്കാൻ പറഞ്ഞുവെങ്കിൽ മുസ്ലിമീങ്ങളുടെ ചോര ചിന്തുന്ന കാര്യത്തിൽ വിധികർത്താക്കളെ വെച്ചാൽ എന്ത് തെറ്റാണുള്ളത്? അതുപോലെ നോക്കൂ, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹരിമായി ഇഹ്റാമിലുള്ള ഒരാൾ വല്ല മൃഗത്തെയും വേട്ടയാടിയാൽ അതിന് അതുല്യമായ ഒരു ബലിമൃഗത്തെ അറുക്കണം. അതാര് വിധിക്കണം? യഹ്കുമു ബിഹി ദവാ അദിലിൻ മിൻകും, നീതിയുള്ള രണ്ടുപേർ നിങ്ങളുടെ കൂട്ടത്തിൽ വിധിക്കും. ഒരു മൃഗത്തിന്റെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ഹാക്കിംകളെ നിശ്ചയിക്കാൻ പറഞ്ഞുവെങ്കിൽ ഇത് മുസ്ലിമീങ്ങളുടെ ചോര ചിന്തുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ വിധിക്കെതിരായ കാര്യം വിധിക്കാനല്ല അവരെ വിധികർത്താവായി വെച്ചിട്ടുള്ളത്. ഇതുപോലുള്ള മറുപടി അവരുടെ വേറെയും ചില ശുഭത്തുകൾ ഉണ്ടായിരുന്നു, ഞാൻ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് സംസാരിച്ചു, അവർ പലരും തിരിച്ചു. നെഹ്റുവാനിൽ അവർ നോക്കൂ, അബ്ദുല്ലാഹ് ഇബ്നു ഖബ്ബാബ് റളിയല്ലാഹു റഹിമഹുല്ലാഹ്, ഖബ്ബാബ് റളിയല്ലാഹുവിന്റെ മകനെ, അദ്ദേഹത്തിന്റെ ഗർഭിണിയായ ഭാര്യയെ കൊന്നുകൊള്ളു, അവരുടെ വയറൂത്തി കീറിയെന്ന് ഖവാരിജുകൾ. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അവർക്കെതിരിൽ പടനയിക്കാൻ പ്രധാനപ്പെട്ട കാരണം ഇതായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു ഖബ്ബാബിനെ അവരങ്ങനെ ചെയ്തതായിരുന്നു. അലി ഇബ്നു അബി താലിബ് സൈന്യത്തിന് മുന്നിൽ പറഞ്ഞു, ഇതാ ഈ ഖൗമിനെ ഉപേക്ഷിച്ച് മുആവിയയോട് യുദ്ധം ചെയ്യാൻ പോവുകയാണോ നിങ്ങൾ? അലി റളിയല്ലാഹുവിന്റെ ചോദ്യമാണ്.
ഈ ആളുകളെ വിട്ട് മുആവിയയോട് യുദ്ധം ചെയ്യാൻ പോവുകയാണോ നിങ്ങൾ? അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യമാണ്. സൈന്യത്തെ കൊണ്ട് അലി റളിയല്ലാഹു അൻഹു നഹ്റുവാനിൽ ചെന്നു, അവരോട് യുദ്ധം ചെയ്തു, അവരെ പരാജയപ്പെടുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് യുദ്ധം ചെയ്യുന്നവർക്ക് പ്രത്യേക പ്രതിഫലം പറഞ്ഞിട്ടുണ്ട്. ആ പ്രതിഫലം സഹാബത്തിൽ ലഭിച്ചത് ആർക്കാണ്? അമീർ മുഅ്മിനീൻ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനാണ്. മാത്രമല്ല സഹോദരങ്ങൾ, അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിമീങ്ങൾ തമ്മിലുണ്ടായ യുദ്ധത്തിനു ശേഷം അലി ഇബ്നു അബി താലിബ് പ്രയാസപ്പെട്ടിരുന്നു. അലിക്കിപ്പോൾ മനോവിഷമമുണ്ടായിരുന്നു. പക്ഷെ ഈ ഖൗമുമായി യുദ്ധം ചെയ്തപ്പോൾ അലി ഇബ്നു അബി താലിബ് സന്തോഷിക്കുകയാണ് ചെയ്തത്. കാരണം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവരെ കണ്ടിരുന്നുവെങ്കിൽ ലഅഖ്തുലന്നഹും ഖത്ല ആദ് സമുദായത്തെ അല്ലാഹു നശിപ്പിച്ചതുപോലെ ഖൗമിനെ ഞാൻ നശിപ്പിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖവാരിജികളെ കുറിച്ച് പറയും. അതുകൊണ്ട് അവരോട് യുദ്ധം നടത്തിയിട്ടുള്ള മുസ്ലിമീങ്ങൾ ഖിയാമത്ത് നാൾ വരെ അവരോട് യുദ്ധം ചെയ്യുന്ന മുസ്ലിമീങ്ങളായ ആളുകൾ, അവരുടെ മുസ്ലിം ഭരണാധികാരികളും മറ്റും, അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്ത ഈ പ്രതിഫലമുണ്ട്. കാരണം അത്രയും മോശക്കാരായ പടപ്പുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ശർറുൽ ഖൽഖി വൽ ഖലീഖ, പടപ്പുകളിൽ ഏറ്റവും മോശക്കാരായ ആളുകൾ. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അവരുമായി യുദ്ധം ചെയ്യുകയും ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രത്യേക അടയാളം പറഞ്ഞ ഒരാൾ അവരുടെ സൈന്യത്തിലുണ്ടോ എന്ന് നോക്കാൻ പോവുകയും ചെയ്തു. നബി പറഞ്ഞിരുന്നു, ഇന്നൊരു ഖൗമുമായി നിങ്ങൾ യുദ്ധം ചെയ്യും, അവരിൽ കയ്യിൽ ഒരു പ്രത്യേകം മുഴ പോലെ അടയാളമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേക അടയാളം പറഞ്ഞു കൊടുത്തിരുന്നു ചുമലിന്റെ ഭാഗത്ത്. അങ്ങനെയുള്ള ഒരുവൻ അക്കൂട്ടരിൽ ഉണ്ടാകും, ഇതാണ് അക്കൂട്ടരുടെ അടയാളം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യുദ്ധം കഴിഞ്ഞപ്പോൾ അലി ഇബ്നു അബി താലിബ് ആളെ പറഞ്ഞയച്ചു. സഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം, ഈ ഖൗമിനെ നോക്കാൻ, അവരിൽ ഇങ്ങനെ ഒരാളുണ്ടോ എന്ന് നോക്കാൻ. നോക്കിയ ആൾ തിരിച്ചു വന്നിട്ട് അങ്ങനെ ഒരാളെ കാണാനില്ല എന്ന് പറഞ്ഞു. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു നേരിട്ട് പോയി, അമീർ മുഅ്മിനീൻ നേരിട്ട് പോയി. എന്നിട്ട് മരിച്ചു കിടക്കുന്നവരൊക്കെ നോക്കുകയാണ്. അതിൽ ഒന്നിനു പകരം ഒന്നായി 3 പേർ കിടക്കുന്നുണ്ടായിരുന്നു. ഒരുത്തനെ വലിച്ചിട്ടു, രണ്ടാമനെ വലിച്ചിട്ടു. ഏറ്റവും അടിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അടയാളമുള്ള ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ശുക്റിന്റെ സുജൂദ് ചെയ്തു, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ സാഹിബായിരുന്ന അബീദത്തു സൽമാനി റഹിമഹുല്ലാഹ് എന്ന മഹാനായ താബിഈ, അബീദ സൽമാനി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തോട് അലി ഇബ്നു അബി താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞു കൊടുത്തു. നബി അറിയിച്ച സന്തോഷ വാർത്ത, അവരെ കൊല്ലുന്നവർക്കുള്ള പ്രതിഫലം, ഇന്ന് അടയാളമുള്ള ഒരുവൻ അവരിൽ ഉണ്ടാകുമെന്നല്ല. അബീദത്തു സൽമാൻ റളിയല്ലാഹു അൻഹു അലിയോട് ചോദിക്കുകയാണ്, അല്ലാഹു ആണ്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടിരുന്നോ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി അല്ലാഹു ആണ്, ഞാൻ കേട്ടിരുന്നു. അബീദത്തു സൽമാൻ വീണ്ടും ചോദിച്ചു, അല്ലാഹു ആണ്, നിങ്ങളിത് കേട്ടിരുന്നു? വീണ്ടും ചോദിച്ചു, അല്ലാഹു ആണ്, നിങ്ങളിത് കേട്ടിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബീദത്തു സൽമാനി റഹിമഹുല്ലാഹ് സത്യം ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ എല്ലാം അലി റളിയല്ലാഹു അൻഹു വീണ്ടും വീണ്ടും സത്യം ചെയ്ത് പറഞ്ഞു കൊടുത്തു. എന്തിനു വേണ്ടിയാണ്? ആളുകൾക്ക് അത്രയും അക്കാര്യം ബോധ്യപ്പെടാനാണ് അബീദത്തു സൽമാനി എന്ന മഹാനായി താബിഈ ചോദ്യം ചോദിക്കുന്നത്. അമീർ മുഅ്മിനീൻ അലിയുടെ വായിലൂടെ, അത് നാവിലൂടെ അത് ആളുകൾ കേട്ട് അവർക്ക് അത്രയും തൃപ്തി വരാൻ. അപ്പോൾ ഈ വിഭാഗം എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ് അങ്ങേയറ്റം വഴിപിഴച്ച ഒരു വിഭാഗമാണ്. ഇവരുടെ തലവൻ ദുൽ ഖുവൈസറ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മൊട്ടയടിച്ച് അതുപോലെ അവന്റെ ചില രൂപത്തിലെ സവിശേഷതകളൊക്കെ ഹദീസുകൾ കാണാം. അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്ന് പറഞ്ഞു, യാ മുഹമ്മദ് അഅദിൽ ഫഇന്നക ലം തഅദിൽ, മുഹമ്മദ് നീ നീതി പാലിക്കുക, താങ്കൾ നീതി പാലിക്കുക, നിങ്ങൾ നീതി പാലിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വെച്ചു, ഫമൻ യഅദിൽ ഇല്ല മഅദിൽ, ഞാൻ നീതി പാലിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആര് നീതി പാലിക്കാനാണ്? അള്ളാഹു ഈ വഹി എന്നെ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്നു, എന്നിട്ട് നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? അള്ളാഹു ഈ വഹി എന്നെ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഖദ് ളലൽതു ഇദൻ വമാ അന മിനൽ മുഹ്തദീൻ, ഞാൻ അനീതി കാണിച്ചാൽ ഞാൻ വഴികേടിൽപ്പെട്ടവരായി പോകും, ഞാൻ സന്മാർഗത്തിലാവുകയില്ല. ഇമാം ഇബ്നു ഹജർ ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മറുപടിയിൽ സൂചനയുണ്ട്, ഞാൻ ദലാലത്തിലാണെങ്കിൽ പിന്നെ എന്റെ അനുയായിയാണെന്നാണല്ലോ നീ പറയുന്നത്, നീ എങ്ങനെ ഹിദായത്തിലാകും? എന്റെ അനുയായിയാണെന്ന് വാദിക്കുന്ന നീ? അവൻ തിരിഞ്ഞു നടന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഞാൻ അവന്റെ കഴുത്തിന് വെട്ടട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട, ഇവന്റെ പിൻഗാമികളായി ചില ആളുകൾ വരാനുണ്ട്,
യഖ്റഊന അൽ ഖുർആൻ പാരായണം ചെയ്യും. പക്ഷേ അത് തൊണ്ട വിട്ട് താഴോട്ട് ഇറങ്ങുകയില്ല. അവരുടെ ഇബാദത്ത് കണ്ടാൽ നിങ്ങളുടെ ഇബാദത്ത് ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. സുബ്ഹാനല്ലാഹ്. സഹാബത്തിന് അവരുടെ ഇബാദത്ത് നിസാരമായി തോന്നും. ആരുടെ ഇബാദത്ത് കണ്ടാൽ? ഖവാരിജികളുടെ ഇബാദത്ത് കണ്ടാൽ. പക്ഷേ വിവരമില്ലാത്ത, ദീൻ ആണെന്ന് വിചാരിച്ച് മറ്റെന്തൊക്കെയോ ചെയ്യുന്ന ആളുകളാണ്. അതിനുള്ള ഏറ്റവും വലിയ അടയാളമാണ് റമദാനിൽ അവസാനത്തെ 10 അലി ബിൻ അബി താലിബിനെ അബ്ദുറഹ്മാൻ ബിൻ മുൽജിം എന്ന ഖാരിജി കൊല്ലുകയാണ്. ആർക്ക് വേണ്ടി? അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കാൻ. ആരെ കൊന്നിട്ട്? അന്ന് ഭൂമി പുറത്ത് ജീവിക്കുന്ന അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠനെ. അന്ന് അലിയുടെ കാലത്ത് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠനാരാണ്? നിങ്ങൾ പറയും. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു. അതിനേക്കാൾ മുകളിൽ മറ്റാരുണ്ട്? അമീറുൽ മുഅ്മിനീൻ അലി ബിൻ അബി താലിബിനെ റമദാനിൽ കൊലപ്പെടുത്തിയാണ് അബ്ദുറഹ്മാൻ ബിൻ മുൽജിം എന്ന ഖാരിജി. എന്നിട്ട് അയാൾ അതിനെന്താണ് പ്രതീക്ഷിക്കുന്നത്? അള്ളാഹുവിന്റെ പ്രതിഫലമാണ് പ്രതീക്ഷിക്കുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിദ്അത്ത് സഹോദരങ്ങൾ ഒരു മനുഷ്യനെ എന്താക്കി തീർക്കും? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ബിദ്അത്ത് ഒരു മനുഷ്യനെ എന്താക്കി തീർക്കും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുടെ ഭർത്താവ് യബാ തുറാബ് എന്ന് നബി ഓമനിച്ച് വിളിച്ച യുഹിബ്ബുല്ലാഹ വറസൂലഹു വയുഹിബ്ബുഹു അല്ലാഹു വറസൂലുഹു, അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന, അള്ളാഹുവും റസൂലും സ്നേഹിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച നബി വളർത്തിയ കുട്ടി സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരെടുത്ത് പറഞ്ഞ അലി ഇബ്നു അബി താലിബിനെ കൊല്ലുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു, ഹുദഥാഉൽ അസ്നാൻ സുഫഹാഉൽ അഹ്ലാം. പ്രായം വളരെ കുറഞ്ഞവരാണ്, ബുദ്ധിയില്ലാത്തവരാണ്. ഖവാരിജികളുടെ വലിയ അടയാളമാണെന്ന്. ബുദ്ധി ഉണ്ടാവുകയില്ല. സുഫഹാഉൽ അഹ്ലാം, ബുദ്ധിയില്ലാത്തവരാണ്. മഫാസിദ് മസാലിഹ് മനസ്സിലാക്കാത്തവരാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യുദ്ധാർജിത സ്വത്ത് വീതം വെക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്യുന്നത്? അപ്പോൾ അടുത്ത് ഇസ്ലാമിലേക്ക് വന്ന ആളുകൾക്ക് അധികം കൊടുക്കുക, നേരത്തെ ഈമാൻ ഉറച്ച ആളുകൾക്ക് കൊടുക്കാതിരിക്കുന്നത്. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ കാണുന്നൊരു മസ്ലഹത്തുണ്ട്. ഇവരെന്തായാലും കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ഈ ദീനിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളാണ്. ഈ പുതിയ വന്ന ആളുകൾ ഇത് കിട്ടാത്തതിന്റെ പേരിലൊന്നും ദീൻ ഉപേക്ഷിച്ച് പോയി കാഫറായി മരിക്കണ്ട. സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ച മസ്ലഹത്താണ്, മുസ്ലിമീങ്ങളുടെ പൊതു നന്മക്കാണ്. പക്ഷെ ഇവനത് മനസ്സിലാകുന്നില്ല. ഏത് കാലത്തും ഖവാരിജികളുടെ സ്വഭാവമാണ് മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികൾ മുസ്ലിമീങ്ങളുടെ പൊതു നന്മ ഉദ്ദേശിച്ചുകൊണ്ട് പുറമേക്ക് ചിലപ്പോൾ കാണുന്ന ഒരാൾക്ക് ഇതെന്താ ഇങ്ങനെ എന്ന് തോന്നിയവാക്കാവുന്ന കാര്യങ്ങൾ, പക്ഷെ അവർ പിന്നിൽ ഉദ്ദേശിക്കുന്ന മസാലിഹ് മഫാസിദ് ഇത് മനസ്സിലാക്കുകയില്ല ഖവാരിജികൾ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തപ്പോൾ അവർ തിരിഞ്ഞിട്ടില്ല, അവരത് മനസ്സിലായിട്ടില്ല. നിങ്ങൾ അതുപോലെ നോക്ക്, അവരുടെ സംസാരം എന്തിനെ കുറിച്ചായിരിക്കും? അവൻ പറയണത് നീതി പാലിക്കുക, സത്യം, നീതി. എവിടെ നീതി? അനീതിയാണ് ഇവിടെ എന്നിങ്ങനെ ഉള്ള സംസാരം ആയിരിക്കും ഈ ആളുകൾ പറയുക. ഏത് കാലത്തും ഈ കൂട്ടരുടെ അടയാളമാണ്. അതുപോലെ നോക്കൂ, അങ്ങേയറ്റം ഭിന്നിപ്പിന്റെ കക്ഷികളായിരിക്കും. ധാരാളക്കണക്കിന് കക്ഷികളായി ഖവാരിജികൾ പിളർന്നിട്ടുണ്ട്. ഒരുപാട് കക്ഷികൾ അവരുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ അവരുടെ എല്ലാം ഒരു പൊതു നിലപാട് എന്താണ്? അത്തക്ഫീറു ബിഗൈരി മുകഫിർ. ചുരുക്കി പറഞ്ഞാൽ, അഥവാ കാഫറാക്കാൻ സാധിക്കാത്ത ഒരാളെ കാഫർ എന്ന് വിധിക്കാൻ സാധിക്കാത്ത കാര്യത്തിന്റെ പേരിൽ എന്ത് ചെയ്യും? കാഫറാണെന്ന് പറയും. ഇപ്പൊ പഴയ കാലത്ത് വൻ പാപങ്ങൾ ചെയ്താൽ തന്നെ കാഫറാണ് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ആധുനിക ഖവാരിജികൾ, പല പേരുകളിലുള്ള ആളുകൾ, ദാഇഷ് ഐഎസ് എന്നറിയപ്പെട്ട കൂട്ടർ, ഖാഇദ എന്നറിയപ്പെട്ട, ഇനി അതൊന്നുമല്ല വേറെ എന്ത് പേരായാലും ശരി, പേരുള്ളതായാലും ഇല്ലാത്തതായാലും ശരി, അവർ പറഞ്ഞ് ഞങ്ങൾ വൻപാപങ്ങൾ ചെയ്താൽ കാഫറാണെന്ന് പറയുന്നില്ല. പഴയകാലത്തെ ഖവാരിജികൾ അങ്ങനെ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല. പക്ഷെ ആധുനിക കാലത്ത് അവരെന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നത് കാണാം. സുബ്ഹാനല്ലാഹ്, വൻപാപങ്ങളെ കുഫറിന്റെ ഗണത്തിലേക്ക് വലിച്ചു നീട്ടിക്കൊണ്ടുവരും, എന്നിട്ട് കാഫറാക്കും. വൻപാപങ്ങളെ കുഫറിന്റെ ഗണത്തിലേക്ക് വലിച്ചു നീട്ടിക്കൊണ്ടുവന്ന് കാഫറാക്കും. ഉദാഹരണത്തിന് നോക്കൂ, ഒരു നാട്ടിൽ മദ്യം വിൽക്കപ്പെടുന്നു, രാജ്യത്ത്, ഒരു മുസ്ലിം രാജ്യത്ത് മദ്യം വിൽക്കപ്പെടുന്നു.
എന്നതുകൊണ്ട് ആ മുസ്ലിം ഭരണാധികാരി കാഫറാണ് എന്നിവർ വാദിക്കാറുണ്ട്. കാരണം എന്താ? അതോടെ അയാൾ അത് ഹലാലാണെന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണ് ഇവരുടെ വാദം. ഒരിക്കലും ശരിയല്ല, ഒരിക്കലും ശരിയല്ല. കാരണം അയാൾ അത് തടഞ്ഞില്ല എന്നതുകൊണ്ട്, ആ തിന്മ തടഞ്ഞില്ല എന്നതുകൊണ്ട് അയാളത് ദീനിൽ ഹലാലാണ്, അത് കുടിച്ചാൽ കുറ്റമില്ല എന്നാണ് അയാളുടെ വാദം എന്ന് പറയുക അനീതിയാണ്, അന്യായമാണ്. അനീതിയാണ്, അത് അന്യായമാണ്. ഇതുപോലെ ഞാൻ പറഞ്ഞതൊരു ഉദാഹരണം മാത്രമാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ ഇനി സുബ്ഹാനല്ലാഹ് നോക്കൂ നിങ്ങൾ, ഇതുപോലുള്ള കുഫർ വല്ലതും ഒരു കൂട്ടർ ചെയ്താൽ പോലും അത് ആ വ്യക്തിയെ പേരെടുത്തു, ഒരു ഭരണാധികാരി ഇന്നയാൾ കാഫറാണ് എന്ന് പറയാൻ വേറെയും നിബന്ധനകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരാൾ മുത്തലഖായി ഇന്ന പ്രവൃത്തി ചെയ്താൽ ഒരാൾ കാഫറാണെന്ന് പറയുന്നതും ഒരാളെ പേരെടുത്ത അയാൾ കാഫറാണെന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. മുസ്ലിമാണെന്ന് വാദിക്കുന്ന ഒരാളെ, ഷഹാദത്ത് പറഞ്ഞിട്ടുള്ള ഒരാളെ പേരെടുത്തു പറഞ്ഞ് കാഫർ എന്ന് പറയാൻ അയാൾ ഒരു കുഫർ ചെയ്താൽ മാത്രം പോരാ, മറിച്ച് അതിന് ചില നിബന്ധനകളുണ്ട്. അയാൾക്ക് മേൽ തെളിവുകൾ സ്ഥാപിക്കുക, ഇഖാമത്തുൽ ഹുജ്ജ. അതുപോലെ അയാളുടെ തഅ്വീൽ, അയാൾക്ക് വല്ല വ്യാഖ്യാനവും അതിനുണ്ട് എങ്കിൽ അത് തിരുത്തി കൊടുക്കുക. സഹാബത്തിൽ ചിലർ അറിയാതെ പിൽക്കാലത്ത് മദ്യം അനുവദനീയമാക്കിയിരുന്നു. ചിലർ അവർ വിചാരിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നേരത്തെ മദ്യത്തിന്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പേ കുടിക്കുകയും മദ്യപിക്കുക എന്നിട്ട് മരിച്ചു പോവുകയും ചെയ്തു. മദ്യം വിലക്കുന്ന ആയത്തിറങ്ങുന്നതിന് മുമ്പേ അവർക്ക് നേരത്തെ കുടിച്ചു പോയതിൽ കുറ്റമില്ല എന്ന ആയത്ത് ഇവർ വിചാരിച്ചത് ഇപ്പോഴും ബാധകമാണ്. ഇതാ മത്തഖവ ആമർ, അള്ളാഹുവിനെ സൂക്ഷിക്കുക, ഈമാൻ ഉണ്ടാവുക, എങ്കിൽ കുടിച്ചാൽ കാഫർ. എന്തായിരുന്നു അവരതിലേക്ക് നയിച്ച തഅ്വീലാണ്. അവരിങ്ങനെ വിചാരിച്ചു പോയി, അറിവ് വന്നു കിട്ടിയില്ല. ആ തഅ്വീൽ നീക്കാതെ ഒരാളെ എന്തു ചെയ്യരുത്, കാഫറാണെന്ന് വിധിക്കാൻ പാടില്ല. ഇപ്പൊ നോക്കൂ സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞതുപോലെ ശരിക്കും ശ്രദ്ധിക്കുക. കാഫർ എന്ന് മുസ്ലിം ആണെന്ന് താൻ മുസ്ലിം ആണെന്ന് ഒരുത്തം പറയുന്നില്ല. ഒരു നസ്രാനിയാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതക്കാരനാണ്, അവൻ പറയുന്നില്ല ഞാൻ മുസ്ലിമാണെന്ന്. എങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ അവൻ കുഫറിലല്ല, അവൻ കാഫറല്ല എന്ന്? അല്ല. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞ കാര്യം മനസ്സിലായി. അതായത് കാഫറിനെ കാഫറാക്കാത്തവൻ കാഫറായി പോകും. കാഫറിനെ കാഫറല്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞെങ്കിൽ അപ്പോൾ ഒരാൾ പറയാം ഫിറഔൻ മുസ്ലിമാണ്, പറഞ്ഞ ഇസ്ലാം എന്ന് പുറത്തു പോകും. അതുപോലെയല്ല എന്ത്, മുസ്ലിമാണെന്ന് വാദിക്കുന്ന ഒരാളിൽ ശിർക്കോ കുഫറോ സംഭവിച്ചാൽ അവൻ പറയും ഞാൻ മുസ്ലിമാണ് എന്നാണ്, രണ്ട് ഷഹാദത്തുകൾ പറയും, നിസ്കരിക്കുന്നു, അവനിൽ കുഫറോ ശിർക്കോ സംഭവിച്ചാൽ അവനെ വ്യക്തിപരമായി കാഫർ എന്ന് വിധിക്കാൻ ചില പടികളുണ്ട്. അത് കഴിഞ്ഞിട്ട് മാത്രമേ അവന്റെ കാര്യത്തിൽ കുഫർ വിധിക്കാൻ പാടുള്ളൂ. അത് വിശദമായി പറയേണ്ട ഒരു കാര്യമാണ്. അത് ചില നാടുകൾക്കനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസപ്പെടും. ഇപ്പൊ തെളിവ് വളരെ സ്ഥാപിക്കപ്പെട്ട നാടുകളുണ്ടാവും, അവിടെ ഒരുത്തൻ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും അങ്ങനെ നടക്കാത്ത നാട്ടിൽ ഒരാൾ ചെയ്യുന്നതും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ പ്രവർത്തി കുഫറാണ്, ശിർക്കാണോ ശിർക്കാണ്. പക്ഷെ വ്യക്തിക്ക് അത് ബാധകമാക്കുമ്പോൾ ചില നിബന്ധനകൾ ബാധകമാണ്. ഒരാൾക്കൊരു വ്യക്തിയെക്കുറിച്ച് സംശയമുണ്ട്, ഇവന് വൃത്തിക്ക് ആരെങ്കിലും ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ, ഇവന് വല്ല വ്യാഖ്യാനവുമുണ്ടോ എന്ന് സംശയമുണ്ട് എന്നതുകൊണ്ട് ഒരാളെ കുറിച്ച് നമ്മൾ ശിർക്കോ കുഫറോ കണ്ടിട്ടും നമ്മൾ എന്ത് പറയുന്നില്ല, കാഫറാണ് മുശ്രിക്കാണെന്ന് പറയുന്നില്ല. കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. ഒരാളെ എനിക്കറിയാം, അയാൾ ശിർക്ക് ചെയ്യുന്നു, കുഫർ ചെയ്യുന്നു, പക്ഷെ അവന്റെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്, ഇവൻ ആരെങ്കിലും ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ, ഇവനെന്തെങ്കിലും വ്യാഖ്യാനമുണ്ടോ എന്ന് സംശയമുള്ളത് കൊണ്ട് ഞാൻ അവനെ കുറിച്ചൊന്നും പറയുന്നില്ല, ഞാൻ അവൻ കാഫറാണെന്ന് വിധിക്കുന്നില്ല. എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കായിക എനിക്ക് ബാധകമാകുമോ? കാഫറിനെ കാഫറാക്കാത്തവൻ കാഫറാണെന്നുള്ളത് ഇല്ല. കാരണം അതിലൊരു സംശയത്തിനിടയുണ്ട്. എന്നാൽ ഇത് വേർതിരിക്കാത്ത ചില ആളുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ വിവരദോഷമുള്ള ആളുകൾ, തീരെ അറിവ് നേടിയിട്ടില്ലാത്ത ആളുകൾ, ഇങ്ങനെ ഇതൊന്നും ഈ വേർതിരിവൊന്നും മനസ്സിലാക്കാതെ ഒരു വിഭാഗം ആളുകൾ ഒന്നാകെ, ഉദാഹരണത്തിന് ഇന്ന സംഘടനയിൽപ്പെട്ട ആളുകൾ അവരൊന്നാകെ കാഫറാണ് എന്ന് പറഞ്ഞേ പറ്റൂ എന്നാണ് ചില ആളുകളുടെ നിർബന്ധബുദ്ധി. ശരിയല്ല സഹോദരങ്ങൾ. കാരണം ഈ പറഞ്ഞ പോലെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, ഈ പറഞ്ഞതുപോലെ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ഹുക്മ് ഇന്നതാണ്. ഇതിൽ വല്ലാതെ അതിരുവിട്ട് നമ്മൾ
ഇതിൽ അപ്പുറത്തെ ഭാഗമായാലും ഇപ്പുറത്തെ ഭാഗമായാലും സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, അന്യായമായ ആളുകളെ കാഫറാക്കുന്നത് സംഭവിച്ചേക്കാം. അല്ലെങ്കിൽ ഇപ്പുറത്തെ ഭാഗത്ത് ഇത് പറഞ്ഞു അവസാനം ജനങ്ങൾക്ക് ശിർക്കിനെ കുറിച്ചൊരു ഗൗരവമില്ലാത്ത അവസ്ഥയും വന്നേക്കാം. അങ്ങനെ ചിർക്കേറ്റുമോ മുസ്ലിമൻ, ഇങ്ങനെ ചിർക്കേറ്റുമോ മുസ്ലിം, ഇതിങ്ങനെ വീണ്ടും വീണ്ടും കേട്ട് ആളുകൾക്ക് ചിലപ്പോൾ എന്ത് സംഭവിച്ചേക്കാം, ഷിർക്കിനോടും കുഫറിനോടുമുള്ള ഒരു ഗൗരവം നഷ്ടപ്പെട്ടേക്കാം. പക്ഷെ ഇത് ഒരു മസ്അല മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. സഹോദരങ്ങളെ നോക്കൂ, ഇങ്ങനെ തക്ഫീർ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ്. രണ്ടാമത്തെ അടയാളം ഖവാരിജികളുടെ, അവരെത്ര ഗ്രൂപ്പുണ്ട് എങ്കിലും എത്ര വിഭാഗമുണ്ട് എങ്കിലും അവരുടെ രണ്ടാമത്തെ അടയാളമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനുമേൽ വാളെടുക്കുക എന്നത്. മനസ്സിലായില്ലേ? ചോര ചിന്തുക എന്നത് വളരെ നിസാരമാണ് ഈ ആളുകൾക്ക്. ഇസ്ലാമിൽ സുബ്ഹാനല്ലാഹ് ചോര ചിന്തുക എന്നത് ഇത്ര ഗൗരവപ്പെട്ട തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഖിയാമത്ത് നാളിൽ ആദ്യം ജനങ്ങൾക്കിടയിലുള്ള തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കപ്പെടുക ഫിദ്ദിമ, രക്തം ചിന്തിയതിന്റെ കാര്യത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുസ്ലിം തന്റെ ശിരസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടേയിരിക്കും മാലം യസ്ഫിക് ദമൻ ഹറാമൻ, അവനൊരു പവിത്രമായ രക്തം ചിന്താത്തിടത്തോളം. അൽഹംദുലില്ലാഹ്, ഒരാളുടെ രക്തം ചിന്തിയിട്ടില്ലേ, റാഹത്തിലാണുള്ളത്, ദീനിൽ ഉസ്ഇലാണുള്ളത്, വിശാലതയിലാണുള്ളത്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. രക്തം ചിന്തിപ്പോയാൽ കാര്യം വളരെ, അവന്റെ ദീൻ കുടുങ്ങി, അവന്റെ കാര്യം വളരെ അപകടത്തിലാണ്. അൽഹംദുലില്ലാഹ്, എന്തെല്ലാം പാളിച്ചകൾ ഉണ്ടെങ്കിലും സഹോദരങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുക. വൻ പാപങ്ങളിൽ പെടാതിരുന്നാൽ, വൻ പാപങ്ങളിൽ കുഫർ കഴിഞ്ഞാൽ, അള്ളാഹുൽ പങ്കു ചേർക്കുന്നതിന് കഴിഞ്ഞാൽ അടുത്തതായി ഖുർആനിൽ അള്ളാഹു എണ്ണിയത് എന്തിനാണ്? കൊലപാതകത്തെയാണ്. വല്ലദീന ലാ യദ്ഊന മഅ അല്ലാഹി ഇലാഹൻ ആഖർ, ബാക്കി എന്താണ്? വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ നല്ലവരായ അടിമകൾ അള്ളാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല, കൊലപാതകം നടത്തുകയില്ല, വ്യഭിചരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി ഒന്ന് ചോദിച്ചില്ലേ, നബിയെ ഏറ്റവും വലിയ തിന്മ ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക്, അള്ളാഹു ആണ് നിന്നെ പടച്ചതെന്നിരിക്കെ നീ അവന് സമന്മാരെ സങ്കല്പിക്കലാണ്. പിന്നെ ഏതാണ് നബിയെ? അൻ തഖ്തുല വലദക മഖാഫത അൻ യഅകുല മഅക്, നിന്റെ കുഞ്ഞിനെ അവൻ നിന്റെ കൂടെ തിന്നുമെന്ന് പേടിച്ച് നീ കൊന്നുകളയലാണ്. പിന്നെ ഏതാണ് നബിയെ? അൻ തുസാനിയ ഹലീലത ജാരിക്, നിന്റെ അയൽവാസിയുടെ ഭാര്യയുമായി വ്യഭിചരിക്കലാണ്. അപ്പൊ നോക്കൂ, ഷിർക്കിൽ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുക, കൊലപാതകത്തിൽ ഏറ്റവും കടുത്ത കൊലപാതകമാണ് അവനവന്റെ കുട്ടിയെ കൊല്ലുക. വ്യഭിചാരത്തിൽ ഏറ്റവും കടുത്ത ഇനമാണ് അയൽവാസിയുടെ ഭാര്യയുമായി വ്യഭിചരിക്കുക. തിന്മകൾ അത് ചെയ്യുന്ന ആളോട് അനുസരിച്ച് അതിന്റെ ഗൗരവം വർദ്ധിക്കും. നോക്കൂ, കൊലപാതകം എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമാണ്. പക്ഷെ ചോര ചിന്തുക ഈ വിഭാഗത്തിന് വളരെ നിസ്സാരമാണ്. നിങ്ങൾ നോക്കൂ, ഇവരുടെ കാറ്റേറ്റിട്ടുള്ള, ഇവരുടെ ബാധയേറ്റിട്ടുള്ള എല്ലാ വിഭാഗങ്ങൾക്കും ഈ ഒരു സ്വഭാവം ഉണ്ടാവും. ചോര ചിന്തുക വളരെ നിസ്സാരമായിരിക്കും, വളരെ നിസ്സാരമായിരിക്കും. സുബ്ഹാനല്ലാഹ്, നമ്മുടെ നാട്ടിൽ വെറും രാഷ്ട്രീയ പോരിന്റെ പേരിൽ ഈ ഖാരിജി ചിന്തയുള്ള ഒരു സംഘടന, ഖാരിജി ചിന്ത മുസ്ലിമീങ്ങളെ പ്രതിരോധിക്കാൻ നടക്കുന്നവരാണ്, ഞങ്ങളിലുണ്ടാണ് ഇവിടെ മുസ്ലിമീങ്ങൾ ജീവിക്കുന്നത് എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. പണ്ട് ചില ആളുകൾ പറയാറുള്ളൂ, ഇത്തരത്തിൽ പല്ലികനെന്നാൽ പല്ലിക്ക് തോന്നുന്നത് ഞാനാണിത് പിടിച്ചു നിർത്തുന്നത് എന്ന് പണ്ടുള്ള ആളുകൾ പറയാറുണ്ട്. എന്നതുപോലെ സുബ്ഹാനല്ലാഹ്, ഇവരുണ്ടാകുന്നതിന് മുമ്പ് മുസ്ലിമീങ്ങൾ ജീവിച്ചിട്ടില്ല. ഇവിടെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സഹോദരിക്കാരാണ് സംരക്ഷണം കൊടുത്തത്. നിങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഇസ്ലാമിലേക്ക് ആരും കടന്നു വന്നിട്ടില്ല. നിങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് അവര് മുസ്ലിമീങ്ങൾ അവരുടെ പൊതുകാര്യങ്ങൾക്ക് വേണ്ടി ശ്രമങ്ങൾ നടത്തുകയും ചില നാടുകളിൽ ചില മസ്ജിദുകൾ സംരക്ഷിക്കാൻ, അത് പൊളിക്കുമ്പോൾ അല്ലെങ്കിൽ അത് പൊളിച്ചതിന് ശേഷം അവിടെ മസ്ജിദ് പുനർനിർമ്മിക്കാൻ മുസ്ലിമീങ്ങൾ ഒന്നാകെ കേസുകൾ നടത്തും. മുസ്ലിമീങ്ങളുടെ പൊതുബാധ്യതയാണ്. നിങ്ങൾ ഉണ്ടാകുന്നതിന് മുസ്ലിമീങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ല. ഈ പറയുന്ന ചിന്താഗതിയുള്ള ആളുകൾ, സുബ്ഹാനല്ലാഹ്, ഒരാൾ ഒരു നാട്ടിൽ കൊലപാതകം നടന്നു, കൊല്ലപ്പെട്ടവൻ മുസ്ലിമാണ്. ചിന്തിക്കണം നിങ്ങൾ, കൊല്ലപ്പെട്ടവൻ മുസ്ലിമാണ്, കൊന്നവനും. എന്നിട്ട് ആൾ കേസിലകപ്പെട്ടു, ജയിലിലടക്കപ്പെട്ടു, പുറത്തിറങ്ങി, ജാമ്യത്തിലോ പരോളിലോ പുറത്തിറങ്ങി. എന്നിട്ട് ഇയാളൊരു കടയിൽ ഇരുന്നിങ്ങനെ സംസാരം ഉണ്ടാവുമ്പോൾ സംസാരിക്കുകയാണ്. ഇയാൾ പറയുകയാണെന്ത്, ഞങ്ങളെ പെണ്ണ് പിടിച്ചതിനോ കള്ളു പിടിച്ചതിനോ ഒന്നല്ലല്ലോ ഞങ്ങൾ ജയിലിൽ പോയത്, ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടല്ലേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഏതാണ് ഏറ്റവും വലുത്, ഏതാണ് ഏറ്റവും വലുത്? പക്ഷേ ഈ ആളുകളുടെ മനസ്സിൽ ഏതാണ് ഏറ്റവും നിസ്സാരം? ചോര ചിന്തുക എന്നത് വളരെ നിസ്സാരമാണ്.
യഥാർത്ഥത്തിൽ ഏതാണ് ഇവന് എണ്ണി പറഞ്ഞ പാപങ്ങളൊക്കെ വൻ പാപങ്ങളും വൃത്തികെട്ട തിന്മകളുമാണ്. പക്ഷെ അതിലേറ്റവും ഗൗരവമുള്ളത് ഏതാണ്? കൊലപാതകമാണ്, ചോര ചിന്തന. പക്ഷെ അത് അഭിമാനമായി കൊണ്ടു നടക്കുന്ന രൂപത്തിൽ, അതാണ് ഞാൻ പറഞ്ഞത്, ഖവാരിജികളുടെ ബാധയും അവരുടെ ദുർഗന്ധവും അടുത്തുകൂടെ പോയിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ സ്വഭാവം കൂടിയോ കുറഞ്ഞോ ഉള്ള അളവിൽ കാണാം. ചോര ചിന്ത വളരെ നിസ്സാരമായിരിക്കും, കാഫറാക്കൽ വളരെ നിസ്സാരമായിരിക്കും. മുസ്ലിമീങ്ങൾക്കിടയിൽ മുമ്പ് കാലത്ത് വളരെ ഈ ആവേശത്തിന്റെ ആളുകൾ ഇറക്കിയിരുന്നൊരു മാസിക ഉണ്ടായിരുന്നു, തേജസ് എന്നാണ് അതിന്റെ പേര്. മുസ്ലിം ഭരണാധികാരികൾക്കെതിരിൽ ഇവിടെ അറബ് വസന്തം എന്ന പേരിൽ വലിയ വിപ്ലവങ്ങളൊക്കെ ഉണ്ടായ കാലത്ത് ഇറങ്ങിയ ആ മാസിക എങ്ങനെയായിരുന്നു നിങ്ങൾക്ക്? അതിൽ ഏതാണ് മുസ്ലിം ഭരണാധികാരികളുടെ ഒക്കെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് യമനിലെ, ടുണീഷ്യയിലെ, മറ്റു പല നാടുകളിലെ കൂട്ടത്തിൽ അന്നത്തെ സൗദി അറേബ്യയുടെ ഭരണാധികാരിയായ മലിക് അബ്ദുള്ള റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ തലക്കെട്ട് എന്താണെന്ന് പറയുന്നത്? ഫറോവമാർ വിറക്കുന്നു, ഫറോവമാർ വിറക്കുന്നു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വെറും കാഫിറാന്നല്ല പറയുന്നത്, പിന്നെയോ ഫിറഔനാണെന്നാണ് പറയുന്നത്. ഫിറഔന്മാരാണ് മുസ്ലിം ഭരണാധികാരികളെ കുറിച്ച്. ഞാൻ കണ്ണുകൾ കൊണ്ട് വായിച്ചതാണ്. ഇത്രയോ ആളുകൾ, കണ്ട ആളുകൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചുപോയിട്ടില്ല. അപ്പൊ നോക്കൂ, ഖവാരിജികൾ എന്താണ്, അവരുടെ ബാധയേറ്റാൽ എന്താണ് ആളുകൾക്ക് സംഭവിക്കുക നിങ്ങൾ മനസ്സിലാക്കുക. സഹോദരങ്ങൾ, എന്തെങ്കിലും സംഭവങ്ങൾ അവിടെ മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ തിരിച്ചടിച്ചു, അങ്ങോട്ടാക്കി എന്നൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയല്ല നമ്മൾ ദീൻ മനസ്സിലാക്കേണ്ടത്. ബിദ്അത്തിന്റെ കക്ഷികളെ തിരിച്ചറിയണം. ലോകത്ത് ബിദ്അത്തിന്റെ വലിയ അറിയപ്പെട്ട ഖവാൻ മുസ്ലിമൂൻ പോലെയുള്ള കക്ഷികൾ, അതേക്കുറിച്ച് പലപ്പോഴും ആളുകൾക്കറിയാം. പക്ഷെ അവനവന്റെ മുറ്റത്തുള്ള ഈ കോലത്തിലുള്ള കക്ഷികളെ ആദ്യം തിരിച്ചറിയണം, എന്നിട്ടാണ് മുകളിൽ. ചില ആളുകൾ നേരെ തിരിച്ചു, അതൊക്കെ വലിയ സംസാരം, പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ചൊരു ബോധം ഉണ്ടാവില്ല. ചിലപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഏതാണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അനുഭവം പ്രകടിപ്പിക്കുന്ന സംസാരങ്ങൾ വരെ ആളുകൾ സംസാരിക്കുന്നതാണ്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദീനെന്ന് പറയുന്ന സഹോദരങ്ങൾ നമ്മുടെ ആവേശമോ എന്തെങ്കിലുമല്ല. ബിദ്അത്തിന്റെ കക്ഷികളെ നമ്മൾ ശരിയായ രൂപത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. അവർക്കില്ലാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ പറഞ്ഞതുപോലെ ഈ ബിദ്അത്തുകൾ സംഭവിക്കാൻ അവർക്ക് ഉണ്ടായ പ്രധാനപ്പെട്ട കാരണം വിവരക്കേടാണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അവരെ കുറിച്ച്, ഖവാരിജികളെ കുറിച്ച് പറഞ്ഞു, ഇന്ന ഖൗമൻ തറകുൽ ഇൽമ വത്തബഉൽ ജഹ്ല ഫഖറജു അലാ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്സൈഫി വലൗ ഇത്തബഉൽ ഇൽമ ലഹജസഹും അൻ ദാലിക്. ഇമാം മാലിക് ഖവാരിജികളെ കുറിച്ച് പറഞ്ഞു, ഒരു കൂട്ടർ അവർ ഇൽമ ഉപേക്ഷിച്ചു, വത്തബഉൽ ജഹ്ല അറിവില്ലായ്മയുടെ പിന്നാലെ പോയി, ഫഖറജു അലാ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്സൈഫ്, പിന്നെ അവരെ കണ്ടത് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് നേരെ വാളെടുത്ത് പുറപ്പെട്ടതാണ്. അവർ അറിവ് പഠിച്ചിരുന്നുവെങ്കിൽ അവരെ ഇതിൽ നിന്ന് അവർ രക്ഷപ്പെട്ടേനെ. നിങ്ങൾ അറിയുമോ, ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ നമുക്ക് കാണാം, ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ ജനങ്ങളെ ഹദീസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഖവാരിജികളായ ചില ആളുകൾ വന്നു. സഹീഹ് മുസ്ലിമിലുള്ളതാണ്. അവരുടെ തീരുമാനം ഹജ്ജ് കഴിഞ്ഞിട്ട് വാളെടുത്ത് മുസ്ലിമീങ്ങൾക്കെതിരിൽ പുറപ്പെടാനായിരുന്നു, വിപ്ലവത്തിനായിരുന്നു പദ്ധതി. വരുമ്പോൾ മദീനയിലെത്തി മസ്ജിദുൻ നബവിയിൽ ജാബിർ ബിൻ അബ്ദുല്ലാഹ് അൻസാരി റളിയല്ലാഹു അൻഹു ഇരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഹദീസുകൾ എന്തായിരുന്നു? നരകത്തിൽ അകപ്പെട്ട പാപികളായ മുഅ്മിനീങ്ങളെ അള്ളാഹു രക്ഷപ്പെടുത്തുന്ന, പിന്നീട് രക്ഷപ്പെടുത്തുന്ന ഹദീസ്. ഖവാരിജികൾ ആശയത്തിൽ അത് അടിയോടെ തകർക്കുന്ന ഹദീസാണല്ലോ അത്. കാരണം ഇവരുടെ വാദപ്രകാരം അവർ ശാശ്വതമായ നരകത്തിലാണല്ലോ. അപ്പൊ ഈ ഖവാരിജികളുടെ ആശയം ഉണ്ടായിരുന്ന ഒരാൾ ആ കൂട്ടത്തിൽ ഇവർ കേൾക്കുകയാണ്. ഒരു മറ്റുള്ള ആളുകളോട് ചോദിച്ചു, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഷെയ്ഖ് ഇദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ കളവ് പറയുന്നുവെന്ന്? ജാബിർ റളിയല്ലാഹു അൻഹു. അങ്ങനെ അവരിൽ ഒരാളൊഴികെ ബാക്കിയുള്ളവരൊക്കെ ആ ഖവാരിജികളുടെ മാർഗം ഉപേക്ഷിച്ച് ജനങ്ങൾക്കെതിരെ ഇറങ്ങാൻ പുറപ്പെട്ട ആളുകളാണ്. ചോര ചിന്താൻ തീരുമാനിച്ചിറങ്ങിയ ആളുകളാണ്. ഇതാണ് പണ്ഡിതന്മാർ പറയുന്നത്, അറിവിന്റെ ഇൽമിന്റെ ശ്രേഷ്ഠതയാണ്. ബിദ്അത്തുകൾ ഏത് ദലാലത്താകട്ടെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി സഹോദരങ്ങൾ പഠിക്കുക എന്നതാണ്. ആത്മാർത്ഥമായി പഠിക്കുക, അള്ളാഹുവിന് വേണ്ടി പഠിക്കുക, അവനവൻ ദലാലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പഠിക്കുക. അതാണ് നമ്മുടെ ആദ്യത്തെ നിയത്ത്,
ആകേണ്ടത്. ദീൻ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ നീയത്ത് എന്താണ്? അവനവൻ പരലോകത്ത് രക്ഷപ്പെടാന്നുള്ളതാണ്. ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അതൊക്കെ രണ്ടാമതാണ്, പിന്നെയാണ് അവനവൻ പരലോകത്ത് രക്ഷപ്പെടുക. അതിനാണ് നമ്മളിത് പഠിക്കുന്നത്. ദീൻ പഠിക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശം അതായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തഅല്ലമൽ ഇൽമ ലിയുജാരിയ ബിഹിൽ ഉലമ ഔ ലിയുമാരിയ ബിഹി സുഫഹാ ഔ യസ്രിഫ ബിഹി വുജൂഹൻ നാസി ഇലൈഹി അദ്ഖലഹു അല്ലാഹു അന്നാർ. ആരെങ്കിലും അറിവ് പഠിച്ചാൽ പണ്ഡിതന്മാരോട് ചേർന്നിരിക്കാൻ, വിവരമില്ലാത്തവരോട് തർക്കിക്കാൻ, അല്ലെങ്കിൽ ജനശ്രദ്ധ നേടാൻ, ആളുകളൊക്കെ എന്നെക്കുറിച്ച് പറയണം, എന്നെക്കുറിച്ച് സംസാരിക്കണം, ഞാൻ അറിയപ്പെടണം, ഇതിനുവേണ്ടി ഒരാൾ പഠിച്ചാൽ, ദീനി വിജ്ഞാനം പഠിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അദ്ഖലഹു അല്ലാഹു അന്നാർ, അല്ലാഹു അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കും. നഊദു ബില്ലാഹ്. അതുകൊണ്ട് നീയത്ത് നന്നാക്കിയാൽ ഇതിനോളം മനോഹരമായ മറ്റൊരു കാര്യമില്ല. അറിവ് പഠിക്കുക സഹോദരങ്ങൾ. ഈ നീയത്തിൽ പഠിച്ചു നോക്കൂ, നിങ്ങൾ നീയത്ത് നന്നാക്കി നോക്കൂ, എങ്കിലാണ് അതിന്റെ പ്രതിഫലമുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കുക. ഇതൊക്കെ ഈ ദീൻ പഠിക്കുന്നത് ഈ നീയത്തിലായിരിക്കണം. അറിവിന്റെ മജ്ലിസിൽ വന്നിരിക്കുമ്പോൾ ഈ നീയത്ത് മറക്കാതിരിക്കുക. അതുപോലെ മുസ്ലിമീങ്ങളോട് കൂടെ ഇരിക്കുക, നല്ല സദസ്സുകളിലിരിക്കുക എന്നിങ്ങനെയുള്ള നീയത്തുകൾ അതിന്റെ കൂടെ മനസ്സിലാക്കുക. ഖവാരിജികളെ കുറിച്ച് ആണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. അവരിൽ ഈ രൂപത്തിൽ പല കക്ഷികൾ പല പല പേരിൽ പണ്ടുകാലം മുതലേ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞത് കാണാം, കുല്ലമ ബഹറ ഖർനുൻ ഖുത. അവരെപ്പോൾ പ്രത്യക്ഷപ്പെട്ടാലും മുറിച്ചു മാറ്റപ്പെടും. നിങ്ങൾ നോക്കൂ, ഏത് കാലത്തും ഇവരെപ്പോൾ പൊങ്ങിയിട്ടുണ്ടോ അല്പകാലം ഉടനെ അത് മുറിച്ചു നീക്കപ്പെടുന്നത് കാണാം, തുടച്ചു നീക്കപ്പെടുന്നത് കാണാം. ഏത് കാലത്തും അവർ അങ്ങനെയാണ്. ഏത് കാലത്തും അവരങ്ങനെയാണ്. ദാഇശ് വന്നു, എന്തുണ്ടായി? സുബ്ഹാനല്ലാഹ്, മുസ്ലിമീങ്ങൾക്ക് എന്തെന്നില്ലാത്ത അപകടങ്ങൾ, എണ്ണിക്കണക്കാക്കാൻ സാധിക്കാത്ത അപകടങ്ങൾ പല രൂപത്തിൽ, ഇരുതല മൂർച്ചയുള്ള വാളുപോലെ മുസ്ലിമീങ്ങളെ തന്നെ കൊല്ലുക. എന്നിട്ട് ഇവരുടെ പേരിൽ മുസ്ലിമീങ്ങൾ തന്നെ പ്രയാസം അനുഭവിക്കും. ബാക്കി സാധുക്കളായ മുസ്ലിമീങ്ങളൊക്കെ ഈ ദാഇശി ചാപ്പ ചാർത്തപ്പെടുക. അതല്ലാത്ത ആളുകളെ അവരുടെ ആശയക്കാരാണ് എന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുക. മുസ്ലിമീങ്ങൾക്കൊക്കെ ഇതായിരുന്നു പിന്നെ ജോലി, ഞങ്ങളതല്ല എന്ന് ആളുകൾക്ക് വിവരിച്ചു കൊടുക്കുക. ഈ രൂപത്തിൽ പക്ഷേ അൽഹംദുലില്ലാഹ് മുറിച്ചു നീക്കപ്പെട്ടതുപോലെ ഉണ്ട്. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഇതാ ഇങ്ങനെയാണ്. അത് വരുമ്പോഴെല്ലാം മുറിച്ചു നീക്കപ്പെടും. അതിൻ്റെ ഒരു സമയമുണ്ടാകും. ഫിത്നകൾ പൊതുവെ അത് വരുമ്പോൾ വിവരമില്ലാത്ത ആളുകൾക്ക് മനസ്സിലാവുകയില്ല. അതുകൊണ്ട് നോക്കൂ, ആ ഫിത്ന വന്നപ്പോൾ പ്രത്യേകിച്ച് അറബി അറിയാത്ത അനറബ് മുസ്ലിമീങ്ങൾ അധികമുള്ള നാടുകളിൽ ഉള്ള എത്രയോ ചെറുപ്പക്കാർ ഇതിലകപ്പെട്ടുപോയി. ഓരോരോ ഫിത്നകൾ സുബ്ഹാനല്ലാഹ് കൊണ്ടു. അതുവരെ ഖവാരിജികൾ പറയാത്ത പലതും ആളുകൾ ആകർഷിക്കാൻ, ഞങ്ങളിതാ രാജ്യം കെട്ടിപ്പടുത്തിരിക്കുന്നു, അതിനെക്കുറിച്ച് വേറെയുള്ള ആളുകൾ പറയുന്ന ഏതോ മസ്ജിദിൽ കയറി അവിടെയുള്ള ഖത്തീബിനെ ഭീഷണിപ്പെടുത്തി അതിന്റെ മുകളിലേക്ക് കയറി എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇത് ഖലീഫയാണ്, ഉല്ലീതു അലൈക്കും വലസ്തു ബിഖൈരിക്കും. അവരുടെ നേതാവായിരുന്ന അബൂബക്കർ അൽ ബഗ്ദാദി എന്ന് പറയുന്ന അയാൾ മിമ്പർമ കയറിയിട്ട് പറഞ്ഞതാണ് അത്രേ ആദ്യത്തെ പ്രസംഗത്തിൽ, ഉല്ലീതു അലൈക്കും വലസ്തു ബിഖൈരിക്കും, ഞാൻ നിങ്ങൾക്കുമേൽ അധികാരമേറ്റിരിക്കുന്നു, ഞാൻ നിങ്ങളിൽ ഏറ്റവും ഖൈറായ ആളൊന്നുമല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പണ്ട് അധികാരമേറ്റപ്പോൾ പറഞ്ഞതായി അറിയപ്പെട്ട വാക്കാണ്. ഇയാളുടെ പേരും അബൂബക്കർ ആയിരുന്നതുകൊണ്ട് അതുപോലെയാണ് ഞാൻ എന്ന് ധ്വനിപ്പിക്കുന്ന രൂപത്തിൽ പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു? ഉല്ലീതു അലൈക്കും, ഞാൻ നിങ്ങൾക്കുമേൽ അധികാരമേറ്റിരിക്കുന്നു, അധികാരം എനിക്ക് ലഭിച്ചു. വലസ്തു ബിഖൈരിക്കും, ഞാൻ നിങ്ങളിൽ പെട്ട നല്ല ആളൊന്നുമല്ല. അത് അബൂബക്കർ സിദ്ദീഖിന്റെ വിനയം കൊണ്ട് പറഞ്ഞതാണ്. അതാണ് ഈ ഖാരിജി മിമ്പർമ കയറിയിട്ട് പറഞ്ഞത്. അന്ന് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് ഹഫളഹുല്ലാഹ് അദ്ദേഹം ഒരു മറുപടിയായി എഴുതി, ഞാൻ പറഞ്ഞത് ശരിയാണ്, നീ അവരിൽ ഏറ്റവും ഷർറായ ആളാണെന്ന് ഞങ്ങൾക്കറിയാം, ഉല്ലീതു അലൈക്കും വലസ്തു ബിഖൈരിക്കും എന്ന് പറഞ്ഞത് ശരിയാണ്, മറിച്ച് നീ അവരിൽ ഏറ്റവും ഷർറായ ആളാണ്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ മുസ്ലിമീങ്ങളെ വഞ്ചിക്കുന്ന അവരുടെ ചെറുപ്പക്കാരെ അവരെ ഈ രൂപത്തിൽ കെണിയിലകപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരുപാട് നാശം മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാക്കി ഖൗമ് കടന്നുപോയി. അതുകൊണ്ട് പഠിക്കുക, നമ്മൾ ഉസൂലുകൾ പഠിക്കുക, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക. ഇങ്ങനെ എന്തെങ്കിലും പുതിയത് കേൾക്കുമ്പോഴേക്ക് ചാടിപ്പുറപ്പെടുന്ന ആളുകളാകരുത് നമ്മൾ. അതുപോലെ നോക്കൂ, അനാവശ്യമായി രാഷ്ട്രീയം ചിന്തിക്കുക. ഭരണകൂടം, ഭരണാധികാരി അങ്ങനെ, അവിടെ അങ്ങനെ, ഇത് ഇങ്ങനെ,
ഇങ്ങനെ അവനവന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഇടപെടുക. പലപ്പോഴും ഈ രൂപത്തിലുള്ള ചിന്താഗതിയുള്ള ആളുകൾ അവരിലേക്ക് ആകർഷിക്കപ്പെടാൻ വളരെ സാധ്യത കൂടുതലാണ്. അവിടെ പുതിയ യുദ്ധം, ഇവിടെ പുതിയ വിപ്ലവം, അവിടെ അങ്ങനെ അവിടുത്തെ ഭരണാധികാരി ഇങ്ങനെ തീരുമാനിച്ചത്രേ. സഹോദര, നീ നിന്റെ വിഷയങ്ങൾ ആദ്യം നോക്കൂ, നിന്റെ കാര്യം ആദ്യം നീ നോക്കൂ. നിന്റെ ഈമാൻ എവിടെ നിൽക്കുന്നു, നിന്റെ നിസ്കാരം എവിടെ നിൽക്കുന്നു, നിന്റെ ജമാഅത്ത് എവിടെ നിൽക്കുന്നു, നിന്റെ കുടുംബം എവിടെ നിൽക്കുന്നു, അത് നോക്കുക. അതല്ലാതെ ഇതുപോലെ നിനക്ക് ബാധ്യതയില്ലാത്ത, അള്ളാഹു നിന്നോട് ചോദിക്കാത്ത കാര്യങ്ങളിൽ വല്ലാതെ തലപോക്കാതിരിക്കുക. ഓരോരുത്തരും അവനവന് വേണ്ടുന്ന പണിയെടുത്താൽ തന്നെ ഈ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാതാകുമായിരുന്നു. മനസ്സിലായില്ല? അവനവനെ ബാധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഇമാം നവവി 40 വരെ, ആ 42 ഹദീസുകൾ വരെ ഉൾപ്പെടുത്തിയ ഹദീസാണ്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരുവന്റെ ഇസ്ലാമിന്റെ ഹുസ്നിൽപ്പെട്ടതാണ്, ഇസ്ലാമിന്റെ മനോഹാരിതയിൽ. പണ്ഡിതന്മാർ പറഞ്ഞു, അവന്റെ ഇസ്ലാം നേരായ നിഫാഖില്ലാത്ത ശരിയായ ഇസ്ലാമാണ് എന്നതിന്റെ അടയാളമാണ് തർക്കുഹു മാ ലാ യഅനി, അവനെ ബാധിക്കാത്തത് അവൻ ഉപേക്ഷിക്കുക എന്ന്. നിനക്കറിയാം ഏതെങ്കിലും രാജ്യത്ത് നടക്കുക, നീ അവിടെ പോയിട്ടില്ല, അവിടെ കണ്ടിട്ടില്ല, അവിടുത്തെ സാഹചര്യം നിനക്കറിയില്ല, ഇതൊന്നും നിന്നെ ബാധിക്കുന്നതല്ല, അതിനെക്കുറിച്ചൊക്കെ സംസാരം. അറിയില്ല എന്ന് പറയുന്ന വിഷയങ്ങൾ വളരെ കുറവായിരിക്കും. മറിച്ച് അതേക്കുറിച്ചൊക്കെ വലിയ വലിയ സംസാരങ്ങൾ ഇങ്ങനെ സംസാരിക്കുക. ഇങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും തെറ്റിദ്ധാരണകളിൽ അകപ്പെടുന്നതാണ്. ആവേശം വല്ലാതെ പലതും കേൾക്കുമ്പോൾ അവിടെ പുതിയ ഒരു കക്ഷി ഉണ്ടായിരിക്കും, അവർ യുദ്ധം തുടങ്ങിയിരിക്കുന്നു, അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും. സഹോദരൻ, യാഥാർത്ഥ്യ ബോധമുള്ളവരാവുക നമ്മൾ. അതുപോലെ ഇങ്ങനെയുള്ള ആളുകൾ എപ്പോഴും പിന്തുണക്കുന്നത് പലപ്പോഴും ഇസ്ലാമിന്റെ ശത്രുക്കളാണ് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ പലപ്പോഴും നോക്കിയാൽ മനസ്സിലാകും, ദാഇശ് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അവരുടെ രാജ്യത്തേക്ക് മുസ്ലിമീങ്ങളെ ആകർഷിക്കുന്ന രൂപത്തിൽ വാർത്തകൾ പലതും, വീഡിയോകൾ പലതും പുറത്തേക്ക് പ്രചരിപ്പിച്ചത് പാശ്ചാത്യ മാധ്യമങ്ങളാണ്. അവിടെ അറിയപ്പെട്ട പല പാശ്ചാത്യ മാധ്യമങ്ങളും കയറിപ്പോകണം. ബാക്കി ആളുകൾക്കൊക്കെ കയറിപ്പോകാൻ പേടി, അവരൊക്കെ കയറിപ്പോയി സുഖമായി ഇന്റർവ്യൂ എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു. അല്ലാഹുവാലം എന്താണ് ഇതിന്റെയൊക്കെ പിന്നിൽ, ആരായിരുന്നു ഇതിന്റെയൊക്കെ പിന്നിൽ? അള്ളാഹുവിനാണ് അറിയുക, അള്ളാഹുവിനാണ് അറിയുക. ഇതിനൊക്കെ പിന്തുണക്കുന്ന ആരാണ് നമ്മൾ മനസ്സിലാക്കുക. മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ നമ്മൾ ശരിക്കും തിരിച്ചറിയുക, അഹ്ലു സുന്നത്തിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഇസ്ലാമിലും സുന്നത്തിലുമായി ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുകയും അതിലായി നമ്മെ ഏവരെയും റബ്ബ് മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.